ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സ്. വിറ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിന് ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും പറയുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നാൽ നിങ്ങൾ ഹിന്ദിയിൽ പറഞ്ഞു. हम लोगों अല്ല तुम लोगों को हमारा विटॉक्स में स्वागत है. സ്വാഗത് ഇപ്പൊ പുതിയ യൂട്യൂബിൽ ഒരു ഫീച്ചർ ഉണ്ട്. എന്താ ഹിന്ദി പറയണോ? ഓഡിയോ ഓട്ടോമാറ്റിക്കലി ഡബ് ചെയ്യുന്ന ഫീച്ചർ. പെട്ടെന്ന് നമ്മൾ ഷോർട്സ് കണ്ടോണ്ടിരിക്കുമ്പം മലയാളത്തിലുള്ള അത് സമ്മറൈസ് ചെയ്യുന്ന പോലെ ഒരു ഡബ് വോയിസിൽ അതിന്റെ ഇംഗ്ലീഷ് വിറ്റോക്സ് ഇംഗ്ലീഷിലിട്ട് കേൾക്കണം. ഭയങ്കര അല്ല, അത് യൂട്യൂബ് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ആ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ നോക്കി. നീ വിറ്റോക്സ് ഇംഗ്ലീഷിലിട്ട് കേട്ടോ? രസമാണ്. ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഡബ് ചെയ്യില്ല. അത് ആക്ച്വലി നമ്മുടെ സൗണ്ടിൽ തന്നെ ഇങ്ങനെ ഇംഗ്ലീഷ് വരും. നമ്മുടെ സൗണ്ടിൽ വരും. ഇല്ല, ഒരു നെറേറ്റർ അവര് സാധനത്തിലടിക്കുന്നത് ആൾക്കാർക്ക് വേറെന്തോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഫീച്ചറുകളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയില് മെറ്റ നടത്തിയിരിക്കുന്ന ഫീച്ചറാണ്. മറ്റേ നമ്മളൊരു വോയിസ് നോട്ട് അയച്ചാൽ അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അടിപൊളി. അത് സ്ലാക്കിലുണ്ട്. ഞാൻ എൻ്റെ ഇന്റേണൽ കമ്പനി ചാറ്റിന് സ്ലാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ലാക്കില് ഇതേപോലെ ട്രാൻസ്ക്രിപ്ഷൻ വരും. പിന്നെ ഇതിൽ ഏറ്റവും കിടിലൻ സാധനം ഞാൻ പറഞ്ഞത്, നമുക്ക് ചാറ്റ് GPT-യിൽ നമ്മളിപ്പോൾ ഒരാളെ വിളിച്ച് പണി ചെയ്യിപ്പിക്കുന്ന ഇത് അത് ചെയ്യുന്നുള്ളത് നീ ശരിക്കും ചാറ്റ് GPT-യിൽ പറഞ്ഞാൽ മതി. ചാറ്റ് GPT-യിലും ജെമിനിയിലും വോയിസ് വന്ന ഭയങ്കര അടിപൊളി ഫീച്ചറാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പ്ലഗിൻ ഉണ്ട്, വിസ്പർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, വിസ്പർ AI എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോൾ എനിക്കൊരു മെയിൽ അയക്കണമെങ്കിൽ ഞാൻ സാധാരണ സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ടല്ലോ, അതുപോലെ അല്ലല്ലോ ഞാൻ എഴുതുമ്പോൾ പറഞ്ഞ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കറക്റ്റ് എഴുതുന്ന മെസ്സേജ് ആയിട്ട് മാറ്റും. അപ്പോൾ ഞാൻ മറ്റേത് ഇപ്പം ഞാൻ ചാറ്റ് GPT എടുത്ത് പറയുകയാണെങ്കിൽ ഇതെനിക്കൊരു മെയിലാക്കി മെയിലിൻ്റെ കണ്ടന്റ് ഇതാണെന്ന് പറഞ്ഞാൽ ചാറ്റ് GPT ആക്കി തരും. പക്ഷെ വിസ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. അതായത് നമ്മൾ പറഞ്ഞാൽ മതി, അത് സ്ട്രക്ചർ ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ആക്കി തരും. ടെക്സ്റ്റ് അയക്കാൻ ആൾക്കാർ മിക്കവാറും ടൈപ്പിങ്ങേ മറന്നു പോവായിരിക്കും. നമ്മൾ ഒരു കംപ്ലീറ്റ് എനിക്ക് ലാൻഡ് ലോഡ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാണ്, അതായത് റെന്റ് കൂട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി ചാറ്റ് GPT കൊണ്ടാണ് അയപ്പിച്ചേക്കുന്നത്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടക്കണ്ടായിരുന്നു. പിന്നെ പുള്ളി എഡിറ്റ് ചെയ്ത് കളഞ്ഞത്. ഇപ്പൊ എല്ലാരും അതെ ചാറ്റ് GPT-ലാണ് യൂസ് ചെയ്യാൻ തുടങ്ങണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് അതിന്റെ താഴെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. മൊത്തം നമുക്കറിയാം. അതെ. എന്നെ കഴിഞ്ഞ ദിവസം ആരോ ഒരു ടെസ്റ്റിമോണിയൽ വേണമെന്ന് HR പറഞ്ഞു. HR-ന് എൻ്റെ അപ്രൈസലിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ HR-ന് ടെസ്റ്റിമോണിയൽ വേണമെന്ന്. ഞാനാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് GPT എടുത്ത് പറഞ്ഞ് എനിക്കൊരു ടെസ്റ്റിമോണിയൽ വേണം HR-ന്, ഒരു നല്ല സാധനം കിട്ടി. ഞാനതൊരു തിട്ട് എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചിന്തിക്കണം. ശരിയല്ലേ? കുറേയൊക്കെ ഇങ്ങനത്തെ ജോലികൾ എളുപ്പമാക്കിയിട്ടുണ്ട്. നമുക്കൊരു ജോലി തീർക്കണമെങ്കിൽ ഇപ്പോൾ തീർക്കാം, നല്ലപോലെ ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇപ്പോൾ ഒരു മെയിൽ അയക്കണം, അങ്ങനത്തെ ആണല്ലോ കോർപ്പറേറ്റ് ഇല്ലാതാണല്ലോ ടാസ്ക്. മെയിൽ അയക്കുക, നമുക്കൊരു എൻ്റയർ പ്രസൻറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കി തന്നിട്ട് അയക്കാം. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ഹൈജീൻ സേഫ്റ്റി ചെക്കൊക്കെ ചാറ്റ് GPT ചെയ്യും. എന്തൊരു അടിപൊളി ലോകമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ആദ്യകാല സംഭവങ്ങളായ സ്റ്റാർട്ടപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പിന്റെ എക്സ്പീരിയൻസ് ഉള്ള ദീപക് മോഹനാണ്. അപ്പോൾ ദീപക് മോഹൻ സംസാരിക്കുന്നത് പണി എപ്പിസോഡിന്റെ സ്പിൻ ഓഫ് ആയിട്ട് കൂട്ടാവുന്ന എപ്പിസോഡ് ആക്കണത്. കാരണം അതിനകത്ത് ദീപകിന്റെ എക്സ്ക്ലൂസീവ് സ്റ്റാർട്ടപ്പ് സ്റ്റോറീസ് വേണമെന്നും ഒക്കെ ആഗ്രഹിച്ച ആൾക്കാരുണ്ട്. ദീപകിന്റെ IAM തന്ത്രങ്ങളാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. ആ ടിപ്സ് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ എനിക്ക് ഭയങ്കര പാഷനാണ് സ്റ്റാർട്ടപ്പ്. ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിന്റെ മൊത്തം സ്ട്രക്ചർ അങ്ങ് ഒരു ബ്ലൂ പ്രിന്റ് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് തുടങ്ങണം മുമ്പേ എന്താണ് നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് കാശ് എങ്ങനെ വേണം. അതായത് ഒന്നെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം വർക്ക് ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് സെല്ല് ചെയ്ത് ആ കാശിന് ചില്ല് ചെയ്യാം. ചിലർക്ക് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എത്ര കാശ് വേണം, ഇങ്ങനത്തെയൊക്കെ ചോദ്യമുണ്ട്. എനിക്ക് ഇത് എനിക്ക് എത്ര 5 കോടിയാണോ 10 കോടിയാണോ അതെനിക്ക് 100 കോടി, ആ ഒരു സാധനം വേണം. പിന്നെ രണ്ടാമത് ചിലപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആയിരിക്കും. അതായത് എനിക്ക് ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇൻവെസ്റ്ററിനെ കൊണ്ടുവന്ന് അവർ പറയണ കേൾക്കണം. പിന്നെ ചെറിയൊരു ജോലി വൈബ് തന്നെയാണ്. എനിക്കൊരു ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണ്. എനിക്ക് എൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡപ്പ് ഒരു ലൈഫ് സ്റ്റൈൽ ബിസിനസ് പോലെയാണല്ലോ. അതായത് നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ അറൗണ്ട് നിൽക്കണമെങ്കിൽ നമുക്കത് ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവുക. അപ്പം അങ്ങനെയാണോ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ക്ലാരിറ്റി വേണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യണമെന്നുള്ളൊരു വളരെ വലിയൊരു ചോദ്യമുണ്ട്. കാരണം ബേസിക്കലി ബിസിനസ് എനിക്ക് തോന്നുന്നു ഭയങ്കര എഫേർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ എളുപ്പവരിയൊക്കെ നോക്കി പോവുകയാണെങ്കിൽ മൂഞ്ചും. അത് നമ്മൾ നിന്ന് കുറേ കാര്യങ്ങൾ, കാരണം നമ്മൾ എപ്പോഴും പുതിയൊരു സാധനം ചെയ്യുമ്പം
അതെനിക്ക് തോന്നുന്നു ടു എ പോയിന്റ് നമുക്ക് ചെയ്തേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, വർക്കാവോ ഇല്ലയോ എന്നൊക്കെ. അത് എത്ര നമ്മളിരുന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുള്ളൂ. ആൻഡ് നമ്മളൊരു പുതിയ കാര്യം ചെയ്ത് നോക്കുമ്പം അതിലൊരു കുറേ ശതമാനം ഫെയിലിയർ ആയിരിക്കും. കുറേയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നതിലോട്ട് എത്തണത്. അപ്പോൾ ഓവർ 1 ഇയർ തിരിഞ്ഞു നോക്കുമ്പം ചെറിയൊരു സാധനമാണ് ചെയ്തത്. ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്, അതായത് ഒരു പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടെങ്കിലും അതിൻ്റെ പിറകെ കുറേ ഫെയിലിയേഴ്സ് ഉണ്ട്. അത്ര എഫേർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇതിൽ. നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ബിസിനസ് കേസ് സ്റ്റഡി ആയിട്ട് പിടിക്കുക. നിനക്ക് ഒരു ഷവർമയുടെ ഹെൽത്തി ഷവർമയുടെ ബ്രാൻഡ് തുടങ്ങണം, നീ എന്ത് ചെയ്യും? എങ്ങനെ സ്റ്റാർട്ട്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീട്ടുകാരുടെ കാശ് മേടിക്കില്ല ഒരിക്കലും. നമ്മൾ അത് ഈ സഞ്ജീവ് ബിക്ചന്ദാനി എന്തിൻ്റെ ഫൗണ്ടറാണ്, Naukri.com ഒക്കെ ഫൗണ്ടർ, ഈ IIM അലുമിനസ് ആണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ടോക്ക് തന്നതിൽ പുള്ളി പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്നവരല്ല, റിസ്ക് മനസ്സിലാക്കുന്നവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിലുള്ള റിസ്ക് മനസ്സിലാക്കി എത്രത്തോളം ചെറിയ റിസ്ക് തുടങ്ങാൻ പറ്റുന്നോ അങ്ങനെ ഡീറിസ്ക് ചെയ്ത് തുടങ്ങുന്നതാണ് ശരിക്കും ഒരു ഓൺടർപ്രണറിയൽ സ്കില്ല്. പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടിയത്, അതെ, അങ്ങനത്തെ ഒരു സാധനമല്ല. അതായത് റിസ്ക് മനസ്സിലാക്കുക, ഇതിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യുക. ഏറ്റവും കാശ് നഷ്ടം കുറവ് വരുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ തന്നെ ആദ്യമേ വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും വലിയ കുറേ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പോയി അതിലൊരു 100 കോടി ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ പ്രോഡക്റ്റ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ആദ്യം പ്രോഡക്റ്റ് പെർഫെക്റ്റ് ചെയ്യണം. ബേസിക്കലി പ്രോഡക്റ്റ് പെർഫെക്റ്റ് ചെയ്യണം, അത് തന്നെയാണ്. പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയ രീതിയിൽ, അതായത് 1-2 പ്രോഡക്റ്റ് വെച്ച് മാത്രം തുടങ്ങുക. അല്ലെങ്കിൽ പിന്നെ ചിലവില്ല. ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4-5 കുസീനും സാധനമൊക്കെ ചെയ്യുവാണ്, ഞാനെങ്കിൽ ഒരു വലിയ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് കാശ് പോവും. ഇനിഷ്യലി കുറച്ച് കാശ് പോവും. ഞാൻ ലേൺ ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ മിക്കവാറും ഞാൻ ബ്രോക്കാവും എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പം ചെറിയ ഫുഡ് ട്രക്ക് തുടങ്ങും. ഇപ്പോൾ ഞാനിപ്പോൾ ഹെൽത്തി ഷവർമ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് ചെയ്ത് തുടങ്ങുക. പറ്റുവാണെങ്കിൽ ഏറ്റവും കുറവ് ഇപ്പം ചില നല്ല ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുള്ള വാട്സാപ്പിലാണ്. ഇപ്പം നമ്മുടെ അവിടെ വാട്സാപ്പിൽ ഡെലിവറി ചെയ്യുന്നവർ. അതെ, വാട്സാപ്പിൽ ഡെലിവറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ടെക്ക് വേണ്ട. ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് ഒരു ഫുഡ് ഡെലിവറി സാധനം ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് ആപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിലൊന്നുമല്ല കാര്യം. ബേസിക്കലി പ്രോഡക്റ്റ് മനസ്സിലാക്കി ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള, ഫുഡ് കറക്റ്റായിട്ടാണോ, ആ ഒരു പ്രോഡക്റ്റ് കറക്റ്റ് ആക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും ചെറിയ രീതിയിൽ, അത് സ്റ്റാർട്ടപ്പിൽ MVP എന്ന് പറയും, മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യണം. ആൻഡ് ഏറ്റവും എഫേർട്ടും ഏറ്റവും ഫാസ്റ്റസ്റ്റ് രീതിയിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അവർ പറയും ഫെയിൽ ഫാസ്റ്റ് എന്നുള്ളൊരു അപ്രോച്ച് വേണം. ആൻഡ് ഏറ്റവും കുറവ് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമ്മളത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ലോക്കായി പോകും ചിലപ്പോൾ. നമുക്ക് ചില ചെറിയ കടകളൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് നല്ല പ്രൊഡക്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അവരൊരിക്കലും വളരാത്തത് എന്തുകൊണ്ടാണ്? അതാ ഓൺടർപ്രണറിൻ്റെ റിസ്ക് അപ്പറ്റൈറ്റും അംബീഷനും അനുസരിച്ചിരിക്കും. ഒരു ബിസിനസ്സിൽ എപ്പോഴും പുള്ളിക്ക് അത്രയും മതി, അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ചിലർക്കാണെങ്കിൽ ഭയങ്കര ഇൻവെസ്റ്ററിനെ കൊണ്ടുവരണം, അത് പിന്നെയും വളർത്തണം, എനിക്ക് ഇത് ഒരു 12 ബ്രാഞ്ചസ് തുടങ്ങണം. അതാണ്, ഇതൊക്കെ ഒരു ഓൺടർപ്രണറിന്റെ അംബീഷനാണ്. ഇതാണ് ദീപക് ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, എമൗണ്ട് വേണം എന്നുള്ള സാധനം. ഇതൊക്കെ ഉണ്ടായിട്ട് അനിയൻ രക്ഷപ്പെടാത്തതുകൊണ്ടാണ്. അവന്റെ അച്ചാർ നല്ലതല്ലേ? നല്ല അച്ചാറാണ്. എന്താണ് സ്കെയിലപ്പ് ചെയ്യാത്തത്? ചെയ്യാത്തത് അതാണ് ചെയ്യേണ്ടതൊരു, അതാണ് ആ എഫേർട്ട്. അല്ല അവിടെ അതായത് അബുവിനിപ്പോ ഒരു ഫാമിലി ഉണ്ട്, അപ്പൊ അങ്ങനെ ചുമ്മാ കാശിറങ്ങി കളിക്കാനും പറ്റില്ല. അവനിപ്പോ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പോകുന്ന ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ഉണ്ട്, അപ്പൊ അത് കൊണ്ടുപോകുന്നുള്ളതാണ് അയാൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഇല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ അബുവിന്റെ പിക്കിള് കഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളാണെങ്കിൽ തുടങ്ങുമ്പം, അതായത് ഞാൻ IIM പഠിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത് പറയും നമുക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജി വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ സ്ട്രാറ്റജിയിൽ എപ്പോഴും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എത്രത്തോളം അത് സ്ട്രാറ്റജി ഇസ് ദ ആർട്ട് ഓഫ് ക്ലോസിങ് ഡോർസ് എന്നാണ് പറഞ്ഞത്. അതായത് എന്ത് വേണ്ട എന്നുള്ളൊരു ബോധമുള്ള ഒരാളാണ് ശരിക്കും നല്ലൊരു ബിസിനസ്മാൻ ആവുന്നത്. അപ്പോൾ എപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോഡക്റ്റ് തുടങ്ങുക, അതുപോലെ തന്നെ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഓൺലൈനാണ്, അത് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ
എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പിക്കിൾ ബിസിനസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ആദ്യം ഒരു ചാനൽ ചൂസ് ചെയ്യുക. ഒന്നെങ്കിൽ നമ്മളിപ്പം കടകളിൽ പോയി റീറ്റെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാം. അതിൽ നിങ്ങൾ എങ്ങനത്തെയാണ്, അതായത് ഒരു പ്രീമിയം ആണോ? നമ്മൾ എനിക്ക് ജോലിയുണ്ട്, നമ്മൾ പഠിക്കാത്ത പറയാത്ത എൻ്റെ ഒരു സെഗ്മെന്റ് ആണ് ശരിക്കും. ഗ്രീൻസ് ഫുഡ് ഹബ് എന്ന പേരിൽ അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് ഹോം മെയ്ഡ് സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശം. അപ്പം അന്ന് ലോക്ക്ഡൗണിന് തൊട്ട് മുന്നേ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ അടിച്ചപ്പോഴേ ശരിക്കും ഇത്തിരി അന്ന് ചവിട്ടി കുറച്ചത് നമ്മുടെ പ്ലാൻ ശരിക്കും ആദ്യം പരിചയമുള്ള ആൾക്കാരിലേക്ക് ഒരു ചെറിയ സർക്യൂട്ടിലേക്ക് ഇറക്കുക. അത് മിനിമം പ്രൊഡക്ട്സ് ആണ്. നമുക്ക് അച്ചാറുണ്ടായിരുന്നത് നാരങ്ങ 2 ടൈപ്പ്, അതായത് എരിവുള്ളതും മധുരമുള്ളതും നാരങ്ങ, പിന്നെ ബീഫ് പിക്കിള്, മീൻ ഫിഷ് പിക്കിള്, ഈ 4 ഐറ്റമേ ശരിക്കും ഉള്ളായിരുന്നു. അപ്പോൾ ഒരു 12 അച്ചാർ പ്ലാനിലുണ്ടായിരുന്നു, പക്ഷെ 4 സ്റ്റാർട്ട് ചെയ്തു. പാഷൻ ഫ്രൂട്ട്, ഗാർലിക്കൊക്കെ പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലോഞ്ച് 4 പ്ലസ് അവള് കേക്ക് നന്നായിട്ട് ചെയ്യും. അബുവിൻ്റെ വൈഫ് ഫാഷന് കേക്ക് നന്നായിട്ട് ചെയ്യും. അപ്പോൾ അവളെ കൊണ്ടൊരു 2 ടൈപ്സ് ഗ്ലാസ് കേക്ക്സ്, ഗ്ലാസ് കേക്ക്സ്, ജാർ കേക്ക്സ്. അപ്പോൾ ജാർ കേക്ക്സ് അവൾ നന്നായിട്ട് ചെയ്യും. അത് ഭയങ്കര ഫാൻസി ആയിട്ട് കാണാൻ രസമുള്ള. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ജാർ കേക്ക്സ്, എനിക്കൊന്നൊരു ഫ്രൂട്ടിന്റെ ഒരു സാധനവും പിന്നെ വേറെ സാധനം, 2 ടൈപ്പ് ജാർ ചോക്ലേറ്റ് ആയിരുന്നു, 2 ജാർ കേക്ക്സ് ചെയ്തു. പിന്നെ അബുവിനൊരു കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു, അവൻ വീട്ടിലുണ്ടാക്കുന്ന സാധനം. KFCയുടെ തന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലർ. അത് പൊപ്പൈസിന്റെ ഒക്കെ ഒരു ഫോർമാറ്റിൽ നമ്മൾ പൊപ്പൈസിന്റെ പ്രൊമോ ചെയ്യാൻ പോയില്ലായിരുന്നു തൃശ്ശൂർ. അന്നൊരു സോസ്ഡ് സാധനം കഴിച്ചു, അതായത് ഫ്രൈഡിൽ തന്നെ ഗ്രേവിയിൽ മുങ്ങി കിടക്കുന്ന സാധനം നമ്മൾ അന്ന് കഴിച്ചായിരുന്നു. അപ്പൊ ആ ടൈപ്പ്, അത് കൊറിയൻ ടൈപ്പാണത്, അത് അബു ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ എണ്ണം പറഞ്ഞിരിക്കുമ്പോൾ 7 ഐറ്റം ആയതുള്ളത്, 3 ടൈപ്പിൽ, അതായത് ഒരു ഫുഡ് ഐറ്റം, ഒരു കേക്ക് ഐറ്റം, പിന്നെ പിക്കിളിനകത്ത്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ എത്രയാണ് എക്സ്പയറി പോലെ വരുന്നത്? അതായത് അത് ഇപ്പൊ തന്നെ, അതായത് അത് വെക്കാൻ പറ്റുന്നത് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന മോഡ് മാത്രമേ ഉള്ളായിരുന്നു. അത് അപ്പൊ പരിചയക്കാരില്ല. നമ്മൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ, നമ്മൾ വാട്സപ്പിലും ഒക്കെ പരസ്യം സ്റ്റാറ്റസ് ഇട്ടിട്ട് എൻക്വയറി വരുമ്പോൾ അപ്പം ചെയ്തു കൊടുക്കുന്ന മോഡായിരുന്നു അതിനകത്ത്. മറ്റേത് അച്ചാർ നമ്മൾ കുറച്ച് ലോഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഒരു 10 കിലോ അച്ചാറൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് ഓർഡർ വരുമ്പോൾ ചെയ്ത് കൊടുക്കുക. പക്ഷേ അച്ചാറിന് പിന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. ആൻഡ് കേക്കും 10 പീസൊക്കെ ചെയ്ത് വെച്ച്, 10 ജാറൊക്കെ മാത്രം ചെയ്ത് വെച്ചിട്ട് അത് 2 days 4 days ഒക്കെ എനിക്ക് അതിന് എക്സ്പയർ ചെയ്യുന്നത്. അത് മാത്രമായിരുന്നു ആദ്യം ലെവലിൽ മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ നമ്മൾ എന്ത് ബിസിനസ് ലോഞ്ച് ചെയ്തതിന് ആദ്യം ഒരു ക്ലോസ് സർക്യൂട്ടിൽ ആൾക്കാരത് വാങ്ങും. സോ നമ്മുടെ ഫസ്റ്റ് അതായിരുന്നു, അത് കറക്റ്റായിട്ട് വർക്കായി, അവരെല്ലാം ഹാപ്പി ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നിങ്ങളും കഴിച്ചപ്പോൾ അച്ചാർ ഭയങ്കര അടിപൊളി, എനിക്ക് അതിൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൽ നിന്ന് ഒരു സെക്കൻഡ് കമ്മ്യൂണിറ്റി വീണ്ടും റീ ഓർഡർ ചെയ്യും. ആദ്യം കുറേ ആൾക്കാർ ബൾക്കായിട്ട് വാങ്ങിക്കും, പിന്നെ അതിന് സെക്കൻഡായിട്ട് കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ട് 2ാമത് ഓർഡർ ചെയ്യും. ഈ 2 കറക്റ്റായിട്ട് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്ത് കടകളിൽ പോയി, നമ്മുടെ കടകളിൽ, അപ്പോൾ പരിചയമുള്ള 1-2 കടകളിൽ സെയിൽ ചെയ്യാൻ വെക്കാൻ സംഭവിച്ചു. പക്ഷെ അവിടുന്ന് സാധനം മൂവ് ആയില്ല, അവിടുന്ന് വളരെ കുറച്ചേ പോയുള്ളൂ. ഒരു കടയിൽ നിന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക് സാധനം പോകുമ്പോൾ പുള്ളിക്കാരൻ പറയുമ്പോൾ റീഫിൽ ചെയ്യുന്നുണ്ടായിരുന്നു അച്ചാർ. മറ്റേത് ഓൺലൈനിൽ ഓർഡറൊക്കെ വരുന്നത് ആൾക്കാർ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഓർഡർ വരുന്ന ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അതിൻ്റെ പുറത്തേക്ക് അത് ഓർഡർ പോയതെന്ന് എനിക്ക് അറിയത്തില്ല. കേക്ക് ആണെങ്കിൽ ബർത്ത്ഡേക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വീണ്ടും ഈ ഗ്ലാസ് കേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഈ ഓൺലൈനിൽ റീസെൻ്റ്ലി അവൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേക്ക്. അവിടെ പിക്കിൾ അവൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവിടെ കേക്ക് മാത്രം റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് ശരിക്കും ബൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ചേർന്നിട്ട് അയാൾക്ക് സാധനം ബൾക്ക് കൊടുത്തിട്ട് അയാളത് എല്ലായിടത്തും കൊണ്ട് സെയിൽ ചെയ്യുന്ന, എല്ലാ കടകളിലും വെക്കുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയി ആ സമയത്ത്. പിന്നെ അവൻ റീസ്റ്റാർട്ട് ചെയ്തില്ല പ്രോപ്പറായിട്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും 3 അതാണ് അഗൈൻ. ഒന്നെങ്കിൽ കേക്ക്, ഞാനും ആദ്യം ആലോചിച്ചത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൊരു സാധനം. അതെ, ഇപ്പൊ അവന്റെ പ്ലാൻ കേക്ക് ഫോക്കസ് കേക്ക് നല്ലതാണ്. നമ്മുടെ KP നമ്മുടെ കൂടെ പഠിച്ച, ഞാനാണെങ്കിൽ കേക്ക് സോണിന്റെ കഥ പറയാം. അതായത് കേക്ക് സോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പം സ്വിഗ്ഗിയിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് 6th മോസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡാണ് കേക്ക് സോൺ. ആൻഡ് അവരിപ്പം മറ്റേ ഈറ്റ് ഫിറ്റാ എന്തോ അക്യൂർ ചെയ്തു. ഓക്കെ, കേക്ക് സോൺ ഇവർ തുടങ്ങുന്നത് 2014-16 ആ സമയത്ത്. കുറേയൊക്കെ നല്ലൊരു മാർക്കറ്റ് ട്രെൻഡ് പിടിക്കുക എന്നുള്ളത്. ഇപ്പം AI ഒരു സാധനം തുടങ്ങുവാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഓപ്പൺ അപ്പ് ആവുന്ന മാർക്കറ്റാണ്. അതുപോലെയായിരുന്നു 2014 ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നത്. അതായത് ആ സമയത്ത് ക്ലൗഡ് കിച്ചണിൽ സ്വിഗ്ഗി കയറിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നാച്ചുറലി നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ ടോപ്പ് ലിസ്റ്റഡ് ആവും. ഇന്നിപ്പോൾ നിങ്ങളൊരു ക്ലൗഡ് കിച്ചൺ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്യണം. കാരണം നിങ്ങൾ ഒരിക്കലും മാർക്കറ്റ് അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം ഓൾറെഡി വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ആദ്യം കുറേ ബേക്കറീസുമായിട്ട് ടൈപ്പ് ചെയ്തു. അതായത് പുള്ളിക്കാരൻ ആദ്യം പോയി കേക്കോ ഓവനോ ഒന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ ആദ്യം കുറച്ച് ബേക്കറീസായിട്ട് ടൈപ്പ് ചെയ്തു.
എന്നിട്ട് പുള്ളിക്കാരൻ ഈ കോർപ്പറേറ്റുകൾക്ക് കേക്ക് കൊടുക്കുന്ന പരിപാടി തുടങ്ങി. പുള്ളിക്കാരന് തന്നെ ഒരു ഡെലിവറി ക്രൂ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ 3-4 സിറ്റിയിലോട്ട് വളർന്നു. അപ്പോൾ അത് ഈ കോർപ്പറേറ്റിന് കൊടുക്കുന്നത് ആക്ച്വലി ഭയങ്കര നല്ലൊരു ബിസിനസ്സാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കാശ് കിട്ടും, അലമ്പില്ല, പിന്നെ കിട്ടുന്ന ഓർഡറിനൊരു സ്കെയിലുണ്ട്, കിട്ടുന്ന ഓർഡറിനൊരു റിപ്പീറ്റ് സാധനമുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് കുറച്ച് പേരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബേക്കറീസുമായിട്ട്, ഒരു സൈഡിൽ കുറച്ച് ബേക്കറീസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ കുറച്ച് കോർപ്പറേറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് സ്വിഗ്ഗിയിലും ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ സ്വിഗ്ഗിയിലും വിൽക്കാൻ തുടങ്ങി. അപ്പോഴും അവൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല, അവൻ കുറച്ച് ബേക്കറീസായിട്ട് ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും MBAക്ക് പോകുന്ന ടൈമിലാണ് ഇവൻ പറഞ്ഞത്, ഇവനും ഇവൻ്റെ കോ ഫൗണ്ടറും MBA ആക്ച്വലി ഒരു 15-20 lakhs ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. ഇവരുടെ ഒരു 15 lakhs പേഴ്സണൽ ലോൺ എടുത്ത് ഇവർ 30 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ആദ്യമായിട്ടുള്ള ഇവരുടെ ക്ലൗഡ് കിച്ചൺ സ്വന്തമായിട്ട് തുടങ്ങുന്നത്. ഇതിൽ ഇവൻ വളരെ സ്മാർട്ടായിട്ട് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവനാണെങ്കിൽ ഒരു ടാജിൽ ഭയങ്കര ഒരു സീനിയർ ഷെഫിനെ ഒരു അഡ്വൈസർ പോലെ കൊണ്ടുവന്നിട്ടുണ്ട് എക്വിറ്റി കൊടുത്തിട്ട്. അപ്പം അവൻ ആ ഒരു ബോധമുണ്ട്, അതായത് പ്രോഡക്റ്റ് നല്ലപോലെ ഉണ്ടാക്കാൻ അറിയാവുന്നതും ഇത് ഇൻഡസ്ട്രിയലി ഉണ്ടാക്കാൻ പറ്റുന്ന അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാളെ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർ പിന്നെ സ്വിഗ്ഗിയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് കുറേ ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഇവർ സ്വിഗ്ഗിയിൽ ഒരുപാട് വളർന്നപ്പം ഇവരൊരു പോയിന്റിൽ ഇവർക്ക് 200 പേരുടെ ക്രൂ തന്നെ ഇവർക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അത് ഈ ബേസിക്കലി ഇവന് 2 ടൈപ്പ് ഓർഡർ വരുമായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഇതേപോലെ കോർപ്പറേറ്റ്, 2 ഈ പുറത്തു നിന്ന് ആൾക്കാർ വിളിച്ചു പറയും. അപ്പോൾ അവൻ SEO ഒക്കെ നല്ല, ഗൂഗിൾ SEO ഒക്കെ നല്ലപോലെ ചെയ്ത് വെബ്സൈറ്റൊക്കെ ഭയങ്കര ആക്റ്റീവ് ആക്കിയിട്ട് അവനാണെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേ അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അതിലൊക്കെ അവൻ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്രാക്ക് ചെയ്ത് അവൻ ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവന് കുറേ ഓർഡർ വരുമായിരുന്നു. പിന്നെ സ്വിഗ്ഗിയിൽ ഇവർക്ക് ഭയങ്കര ഡിമാൻഡായപ്പോൾ ഇവരതൊക്കെ നിർത്തിയിട്ട് പിന്നെ ഫുൾ സ്വിഗ്ഗി ഫോക്കസ് ചെയ്തു. പിന്നെ അവർ ഇടയ്ക്ക് വെച്ച് നോറ ഫത്തേയൊക്കെ ആയിരുന്നു അവരുടെ ബ്രാൻഡ് അംബാസിഡർ. അത്രത്തോളം അവർ വളർന്നു. എന്നിട്ട് അവർ ഓഫ്ലൈൻ കടകൾ ചെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. അവർ ഈ ജാർ കേക്ക്, പിന്നെ ഇവർ എല്ലാ 2 മാസം ഒരു പുതിയ കേക്ക് ഫ്ലേവർ കൊണ്ടുവരും. രസ്മലായി കേക്ക്, മാംഗോ കേക്ക്, അത് ഈ ഷെഫ് ഓൺ ബോർഡ് ഉള്ളതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ അവരും കുറേ രീതിയിൽ ഇതേപോലെ അവരുടെ ആദ്യത്തെ കിച്ചണിലുണ്ടാക്കുന്ന കേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ആക്ച്വലി കേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് സ്വിഗ്ഗിക്ക് കൊടുക്കുമ്പോൾ അപ്പം അതൊക്കെ അവർ കുറേ എഫേർട്ട് ഇട്ട് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കേക്ക് പാക്കേജ് ചെയ്യുക, അതിലോട്ടൊക്കെ അവർ ഒരുപാട് തോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു സെഗ്മെന്റ് പ്രോപ്പറായിട്ട് ക്രാക്ക് ചെയ്തിരിക്കുന്ന ഇവർ മാത്രമേ ഉള്ളൂ? ഇല്ല, നമ്മുടെ കോളേജിൽ നിന്ന് വേറൊരു സ്റ്റാർട്ടപ്പാണ് ഇസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഷവർമ. ഇസ്ത എന്ന് പറഞ്ഞ ക്ലൗഡ് കിച്ചൺ, ഇസ്ത ഷവർമ. അല്ല, ഷവർമ അല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കേക്കിന്റെ കേസിൽ കേക്കിന് നല്ല, ഇപ്പം IFP എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അവർക്കും ഈ ഭയങ്കര വലിയ ബിസിനസ്സാണ്. പുറത്തു നിന്ന് ഓർഡർ ചെയ്യുന്ന കേക്ക്, ഫ്ലവേഴ്സ്, കേക്ക് കുറേ പേര് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. തിയോബ്രോമയൊക്കെ വലിയ ബ്രാൻഡ്സാണ്. കേക്ക് ഭയങ്കര ലാഭമാണ്, കേക്കും ആ ഒരു സാധനം. ബാംഗ്ലൂരിൽ ഇപ്പോൾ കുറേ അടിപൊളി ബ്രാൻഡ്സ് ഉണ്ട്, മഗ്നോളിയ ഉണ്ട്. പക്ഷേ ഈ ഡെലിവറി സാധനത്തിൽ സ്വിഗ്ഗിയിൽ എനിക്കൊന്ന് ടോപ്പ് കേക്ക്സാണ്. ബൈ ഡിഫോൾട്ട് അവർ ഓൾറെഡി റേറ്റിങ്ങും സാധനമൊക്കെ വന്ന് അവർ പിന്നെ സ്വിഗ്ഗി എക്സ്ക്ലൂസീവായി. അപ്പോൾ സ്വിഗ്ഗി തന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി കേക്ക് സോൺ. അങ്ങനെ ഇത് അപ്പോൾ അവർ കേക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാം ഡിഫറെൻറ്റ് ബിസിനസ്സല്ലേ, എല്ലാത്തിനും ഡിഫറെൻറ്റ് ചാനൽസും, എല്ലാത്തിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ ഒരു സാധനം. അതായത് ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണ്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് ചെയ്യാൻ പറ്റണം. ഏതെങ്കിലും ഒരു മാസം നിങ്ങൾക്കാണെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇൻവെൻട്രി എടുക്കാൻ പറ്റിയില്ലെങ്കിലോ ആണ് നിങ്ങളുടെ ഒരു ബിസിനസ് നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കുറേ കാശിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ നിന്ന് പോകും. കാരണം നിങ്ങളുടെ കാശ് മൊത്തം ഇൻവെൻട്രി ആയിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് മൊത്തം ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് മൊത്തം എക്യുപ്മെൻറ്റ്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഈ ബിസിനസ് റൺ ചെയ്യാനുള്ള കാശ് കുറയും. അതാണ് ഈ റൺവേ. അതെ. എപ്പോഴും നമുക്കൊരു സാധനം സെറ്റാക്കണമെങ്കിൽ ഒരു 3-4 വർഷത്തെ പ്ലാനിങ്, അതായത് അങ്ങനെ നിൽക്കാൻ പറ്റണം, അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പം ഏറ്റവും കുറവ് സാധനം കേക്ക് മാത്രം പിടിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പത്തനംതിട്ടയിലൊരു ഇപ്പൊ തന്നെ സ്വിഗ്ഗി വന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു അവിടെ ചെയ്യേണ്ടത് അവിടെ ആ ബിസിനസ് എക്സ്പെർട്ടീസ് ഉള്ള ദീപക് മോഹനെ കൺസൾട്ടന്റ് ആയിട്ട് കൊണ്ടുവരണം. എത്ര ഇക്വിറ്റി കിട്ടിയാൽ നീ അബുവിന്റെ ബിസിനസ്സിൽ നീ അഡ്വൈസറായിട്ട് കയറും? അതാണ് അൾട്ടിമേറ്റ്ലി ഒരു നമ്മൾ ബിസിനസ്സിൽ പാർട്ട് ആവുമ്പോൾ
അതാണ് ബിസിനസ്സിലോട്ട് കയറണമെങ്കിൽ നമുക്ക് പണിയെടുക്കാനുള്ള മൈൻഡ് വേണം. എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുളയ്ക്കാനുള്ള മൈൻഡ് ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രമേ ഞാൻ ഈ ഗൈഡ് ലൈൻസ് നമുക്ക് പറയാൻ എളുപ്പമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഇമോഷണൽ സാധനമാണ്. നമുക്കാണെങ്കിൽ അപ്പം ഇപ്പോൾ ജസ്റ്റ് കേക്ക് മാത്രം ചെയ്യുമ്പോൾ ഏതൊരു ഓൺട്രപ്രണറിന് ശരിക്കും ഒരു വലിയ ബിസിനസ് ചെയ്യണം, ഒരുപാട് റവന്യൂ ഉണ്ടാക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് സെഡ് എന്താണെന്നുള്ളത്, എവിടെയാണ് എത്തേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അടുത്ത BCDEF ഇത് പോകുന്നതിലാണ് ശരിക്കും എന്താണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്, അതെനിക്ക് എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ആൾക്കാർ തുടങ്ങുമ്പോൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്കാണ്. അവർ ഇത്രയും പ്രോഡക്റ്റ് ലൈനും ഇത്രയും സാധനമൊക്കെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതിലാണെങ്കിൽ ഒരു ചെറിയ സാധനം പ്രോപ്പറായിട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു ഭയങ്കര നമ്മളതാണെങ്കിൽ ഇപ്പം തന്നെ നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വീണ്ടും ഒരു ഭയങ്കര ഒരു ബയസ്ഡ് ഫീഡ്ബാക്കാണ്. ആൻഡ് ഓൾസോ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് നമ്മൾ ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. ആൻഡ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമുക്ക് ഭയങ്കര അധികം നമുക്ക് വേണ്ട ഫീഡ്ബാക്ക് തന്നെ തരുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു നെഗറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് 10 പോസിറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിലും അതിലൊരു നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് കമൻറ്റേ കാണുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഒപ്റ്റിമിസം, അത് നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലാവുമ്പോഴും ആദ്യത്തെ 2 മാസം അവർക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അവർക്ക് എന്ത് റെഡ് ഫ്ലാഗ് ആണെങ്കിലും നമ്മൾ കാണാതിരിക്കൂലേ. കാരണം നമ്മൾ എന്തൊരു സാധനത്തിലും പുതിയതായിട്ട് തുടങ്ങുമ്പം നമ്മളത് ഭയങ്കര ഒരു സാധനമാണ്. അപ്പോൾ കുറച്ച് ഈ മാർക്കറ്റ് ടെസ്റ്റിംഗ് ചെയ്യുക, ഒരു ചാനൽ പിടിക്കുക, ഒരു പ്രോഡക്റ്റ് പിടിക്കുക. ഞാൻ അങ്ങനെ ഇനി ഒരു കാര്യം പറയാം, നമുക്ക് ഇതുപോലെ ഒരു ചാനലേ ഉള്ളൂ, ഒരു യൂട്യൂബ് ചാനൽ. അതെ അതെ അതെ. നമ്മൾ എന്തുകൊണ്ട് വളരുന്നില്ല? വളരുന്നുണ്ട്, പക്ഷേ ഇത് ആക്സിലറേറ്റഡ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഇല്ല, ഞാനാണെങ്കിൽ ഇത് എഗൈൻ നമുക്ക് ബിസിനസ്സും കുറേ രീതിയിൽ ആർട്ട് പോലത്തെ ഒരു സാധനമാണ്. അതായത് മാർക്കറ്റ് കുറച്ച് സഹായിച്ചാലേ ആൾക്കാർ ആട്ടുന്ന മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. അതായത് നമ്മൾ ഇടുന്ന മാത്രമല്ല, മാർക്കറ്റ് എടുക്കുകയും കൂടെ അല്ലേ. നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയും. ആ ഒരു സാധനം വന്നാലേ ഇത് വരുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമുക്ക് അങ്ങനെ നമ്മൾ സപ്ലൈ കുറയുണ്ട്, പക്ഷേ ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. ഡിമാൻഡ് ഇല്ല. അതെ അതെ അതെ, ഡിമാൻഡ് ഇല്ല. പിന്നെ വേറൊരു സാധനം എന്താണെന്ന്, ഞാനിപ്പം ഒരു കോണ്ടന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവർ ആക്ച്വലി ഭയങ്കര അധികം ഫീഡ്ബാക്കിന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോണറാണ് വേണം എന്ന് പറഞ്ഞാൽ അവർ ആ ജോണർ പോയി ലൈസൻസ് ചെയ്തുകൊണ്ട് വന്നിറക്കും. പക്ഷെ നമ്മളൊരു ആർട്ട് ബേസ്ഡ്, അതാണ് നമ്മളിതിൽ കയറിയിരിക്കുന്നത് ഫണ്ടമെൻ്റലി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. അതായത് നമ്മുടെ ആർട്ട് പെർസ്യൂ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സപ്പോർട്ടിങ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അനീസയ്ക്ക് നാളെ വേണമെങ്കിൽ ഹിപ്പ് ഹോപ്പ് എഴുതി തുടങ്ങാം. ഹിപ്പ് ഹോപ്പ് എഴുതി തുടങ്ങിയാൽ ചിലപ്പോൾ അനീസയ്ക്ക് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടും. പക്ഷെ അനീസയ്ക്ക് അത് പറ്റില്ല, കാരണം അനീസയ്ക്കയുടെ ആർട്ട് അതല്ല. അപ്പോൾ നമ്മൾ റാപ്പ് ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച റാപ്പ് സോറി. നമ്മളപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ആർട്ട്, അതായത് നമ്മുടെ സ്റ്റാൻഡപ്പ് ചെയ്യുക, അത് എത്രയും കുറവാണെങ്കിലും മനസ്സിലായി ഞാൻ പറയുന്ന പോലെ എന്ന് വെച്ചാൽ, ഇപ്പം സ്റ്റാൻഡപ്പിൽ ഇത്ര കാശേ ഉള്ളൂ, വേറെ ഒരു ആർട്ട് ഫോമിൽ ഇത്രയും കാശുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാൻഡപ്പിൽ ഇതാണ് ചെയ്യുന്നത്, അതൊരു ബിസിനസ് ഡിസിഷൻ അല്ല ആക്ച്വലി. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണ്. ഇങ്ങനല്ലല്ലോ തുടങ്ങുമ്പോൾ നെറ്റ്ഫ്ലിക്സ് കോടികൾ, അത് ഇത്രയും എയിലെത്തിയതേ ഉള്ളൂ. ഏന്ന് ബിയിലോട്ട് വേണമെങ്കിൽ ആൾക്കാരും കൂടെ സഹായിക്കണ്ടേ അല്ലേ, ആ ഒരു സാധനം. ഞാനാണെങ്കിൽ പണ്ടൊരു AI-ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പം നമ്മളിതുപോലെ മാർക്കറ്റ് റിസർച്ച് ഒന്നും ചെയ്യില്ല. അതാണല്ലോ നമുക്കാണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് കോൺഫിഡൻസിന്റെ പുറത്താണ്. അതെ അതെ, തുടങ്ങുന്ന സമയത്ത് എന്താണ്, നമ്മളൊരു സാധനം ഇട്ട് ആ മാർക്കറ്റ് എടുക്കും. പിന്നെ നമ്മൾ 2-3 നമ്മളെ മാത്രം സപ്പോർട്ട് ചെയ്യണ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മൾ അവരുടെ കൂടെ സംസാരിക്കുകയുള്ളൂ. നമുക്കുണ്ടല്ലോ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ, നമ്മുടെ നെഗറ്റീവ് പറയണൊക്കെ, ഈ നെഗറ്റീവ് അവനായിരിക്കും സത്യം പറയണം. പക്ഷെ നെഗറ്റീവ് പറയണവന്മാരെ കട്ട് ചെയ്യാൻ നമ്മൾ പോസിറ്റീവ്, കാരണം എനിക്ക് നെഗറ്റീവ് വേണ്ട, അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അപ്പോൾ ഞാൻ എൻ്റെ AI-ൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഇമേജ് റെക്കഗ്നിഷൻ അൽഗോരിതം ബിൽഡ് ചെയ്യാൻ പറ്റും ഈ MRCT ഇമേജസിലൊക്കെ, പക്ഷെ അതിനൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തൊരു മെഗാ മണ്ടത്തരം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ചെയ്യുമായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ ഗൂഗിൾ ചെയ്ത് നമ്മളിപ്പോൾ ജേർണൽസ് വായിക്കും, ഗൂഗിൾ ചെയ്യും.
എന്നിട്ട് ഗൂഗിൾ ചെയ്യുമ്പം നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് പേജിൽ മൊത്തം ഇതിനെപ്പറ്റി വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പും ഇതിനെപ്പറ്റി ഇതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിളും. ഇപ്പം ഞാനിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് മലയാളം സ്റ്റാൻഡപ്പ് കോമഡി ദ ഫ്യൂച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ യെസ് ഇറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് വേണ്ടതാണ് ഗൂഗിൾ തരണത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ മാർക്കറ്റ് റിസർച്ച് ചെയ്യരുത്. നമ്മൾ ഗൂഗിള് അല്ലെങ്കിൽ ന്യൂസ് എന്ത് പറയുന്നു, നമ്മൾ ആക്ച്വലി ഓൺ ഗ്രൗണ്ട് പോയി നിന്ന് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചാലേ നമുക്ക് ശരിക്കുമുള്ള ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് കടയിൽ പോയിട്ട് ചേട്ടൻ അച്ചാർ വേണമെന്ന് ചോദിക്കണം. അതെ അതെ അതെ. നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, അതായത് അമേരിക്കയിൽ ഈ കമ്പനി, അതായത് ഇപ്പോൾ റെഡ് ബുൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി, എനർജി ഡ്രിങ്ക് ഉണ്ടാക്കി, അവരിതൊക്കെയാണ് ചെയ്തത്, അപ്പോൾ ഞാനിപ്പം കൊച്ചിയിലിരുന്നിട്ട് അങ്ങനെ ഒരു സാധനം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് വർക്കാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരിക്കലും അങ്ങനെ ഒരു സാധനം അവിടെ നിന്നെടുത്ത് അതുപോലെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. വർക്ക് ചെയ്ത സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഊബർ കോപ്പി അടിച്ചിട്ടാണ് ഓല വർക്ക്. പക്ഷെ ഓലയുടെ രീതിയിൽ അവർ ഓൺ ഗ്രൗണ്ട് മാർക്കറ്റിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അതെ അതെ. കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ മാർക്കറ്റ് പെട്ടെന്ന് മാറും. ആൾക്കാർക്ക് എന്താണ് വേണ്ടതെന്നുള്ള സാധനം ഇപ്പം ചിലപ്പം അതാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ തുടങ്ങിയ സമയത്ത് ഇപ്പം ഓൺലൈനിൽ പിക്കിൾ വിൽക്കുന്നത്, ഓൺലൈനിൽ വിൽക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് പിക്കിൾ. കാരണം ഷെൽഫ് ലൈഫ് ഉള്ള ഒരു സാധനമാണ്. നമ്മൾ 6 months ഒക്കെ ഇടാറുള്ളൂ. 6 months. എനിക്കൊന്ന് ഒരു വർഷമൊക്കെ ഇരിക്കും. അതായത് അതിൽ കൂടുതൽ എണ്ണയ്ക്കകത്തും വിനാഗിരിക്കകത്തും, അതായത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത് ഇമാരെ കഴിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. അതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അതിന്റെ കെമിക്കൽ വശങ്ങൾ ശരിക്കും പഠിച്ചാൽ എത്ര മിനിമം 6 മാസം ഇട്ടാൽ കൂടുതലായിട്ടിരിക്കും. നിങ്ങളുടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അത് അവര് സർട്ടിഫൈ ചെയ്ത് തരുന്ന അതൊക്കെ നമ്മൾ വെറുതെ കൊണ്ട് കൊടുക്കാന്നല്ല നോക്കത്തില്ല. എല്ലാവരും 6 മാസമാണ് അവർ തന്നേക്കുന്നത്. അല്ല, അവരങ്ങനെ ഇന്നത് ഷെൽഫ് ലൈഫ് ഒന്നല്ല തരുന്നത്. അവര് നമുക്കിത് നിങ്ങൾ പാക്ക് ചെയ്തിരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് തരും. ഓൺലൈനിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫുഡ് നമുക്ക് 2 ലൈസൻസ്, അതായത് പാക്കിംഗ് ലൈസൻസും ഫുഡ് ലൈസൻസും കിട്ടും. അതിനങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൽ തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ അടുത്തൊരു 1 മാസത്തിനകത്ത് മേജർ ഇ കോമേഴ്സ് സൈറ്റിലൊക്കെ ഇത് വേണമെങ്കിൽ ഓൺലൈൻ ആക്കാവുന്നേ ഉള്ളൂ. ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളത് ഓൺലൈനില് ഈ ചെയ്യാതെ തന്നെ ഓൺ കോളിൽ ഇത് ചെയ്ത് ബാംഗ്ലൂർ തമിഴ്നാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഭയങ്കര പാടാണ്. പാഴ്സൽ സർവീസ് ത്രൂ ഒക്കെ അതാണ് ഒരു ചെറിയ സാധനം തന്നെ ചെയ്യാൻ പാടാണ്. അതല്ലെങ്കിൽ ഏറ്റവും ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനായിട്ടുള്ള പ്രൈസ് ബീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ അതാണ്, നമ്മളിപ്പോൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യണ മുമ്പേ നമ്മൾ ആദ്യം പോയി ആമസോണിൽ പോയി നോക്കണം എത്ര പിക്കിൾ ബ്രാൻഡ് ഉണ്ടെന്നുള്ളത്. കാരണം നിങ്ങൾ ഇത് ചിലപ്പം 2020 ഇത് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആയിരിക്കാം. കാരണം അത്ര ബ്രാൻഡ് വന്നിട്ടില്ല, ആമസോൺ വരുന്നതേ ഉള്ളൂ. ആൾക്കാർ അവരുടെ പിക്കിൾ മേടിക്കുന്ന പാറ്റേൺ ഓൺലൈനിലോട്ട് മാറുന്നേ ഉള്ളൂ. പക്ഷേ 2024 ചിലപ്പോൾ ഒരു 150 ബ്രാൻഡ് ഉണ്ടായിരിക്കും ആൻഡ് ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളൊരു പുതിയ സാധനം ലിസ്റ്റ് ചെയ്ത് അതിലത്ര ഓർഡർ വന്ന് അതിനത്ര റിവ്യൂ വന്നാലേ ഈ അൽഗോരിതം മോളി കാണിക്കുള്ളൂ. അച്ചാറിന്റെ പേരെന്താ? ഗ്രീൻസ് ഫുഡ് ഹബ്. സിക്ക മാങ്ങ അച്ചാറുകൾ, സിക്ക നാരങ്ങ അച്ചാറുകൾ നമ്മൾ വിറ്റോക്സ് സ്പോൺസർ തൊട്ട് നക്കി അടിക്കാൻ തൊട്ട് നക്കി അടിക്കാൻ പറഞ്ഞതൊരു തൊട്ട് നക്കി അടിക്കാൻ സിക്ക അച്ചാറുകൾ. സിക്കയുടെ അച്ചാറിന് പല ടേസ്റ്റ് ആയിരിക്കും ഓരോ തവണ നക്കുമ്പോഴും. രാവിലെ നക്കുമ്പോ ഒരു ടേസ്റ്റ്. അയ്യോ, അപ്പൊ അങ്ങനെ സിക്ക അച്ചാർ ആർക്കെങ്കിലും നിങ്ങൾ മേടിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. സ്പെഷ്യൽ അച്ചാർ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ലൈമാണ് ഏറ്റവും. അങ്ങനെ നമ്മുടെ ഓഡിയൻസ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആമസോണിലോ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ കുറച്ചൊക്കെ ഒരു യൂണീക്ക് ഇയാളുടെ തലയിൽ വെച്ച് തൊട്ട് നക്കി അടിക്കാൻ. പക്ഷെ അതാണ് നമ്മൾ ബ്രാൻഡിങ്ങും കുറച്ച് എഫേർട്ട് ഇടണം. ഇപ്പൊ ഗ്രീൻ ഫുഡ് ഹബ് അത് ഈ പറഞ്ഞ പോലെ റെഡ് ബുൾ പറഞ്ഞല്ലോ, റെഡ് ബുൾ. അതെ, അതേപോലെ തന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആയിരുന്നു. KSIയും പിന്നെ പോൾ ബ്രദേഴ്സിൽ ആരായിരുന്നു കൂടെ ഉള്ള പുള്ളിയുടെ കൂടെ അവര് പ്രൈം ലോഞ്ച് ചെയ്തു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് അവർക്ക് സോർട്ടഡ് ആയിരുന്നു. കാരണം അവർ അത്രയും വലിയൊരു സോഷ്യൽ മീഡിയ ബ്രാൻഡ് ആയിരുന്നു. അല്ല, എനിക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ അവരുടെ അടുത്ത് അങ്ങോട്ട് വരും അവരൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ. കാരണം അവർക്ക് മാർക്കറ്റിൽ അത്രയും പിടിയുണ്ട്. അവർക്ക് എന്താ പറയുക, അവരെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് അവരുടെ ടാർഗറ്റ് ഓഡിയൻസാണ് അവരെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഈ സമയം UK വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രൈം ലോഞ്ച് ചെയ്ത സമയത്ത് പിള്ളേർ വന്നിട്ട്
അപ്പോൾ ഇതുപോലെ കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ വന്നിട്ട് ഈ ഓരോ ബോട്ടിൽ അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വന്നിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം, ഇത് ഇടണം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഈ പല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനില്ലാത്ത അവസ്ഥ. ഇവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് എന്നിട്ട് എത്രയോ അതിൻ്റെ പ്രൈസിൻ്റെ എത്രയോ മടങ്ങ് അധികം കൊടുക്കാൻ പാരൻസ് റെഡിയാണ്. ചില പാരൻസ് ഒക്കെ വന്ന് ചോദിക്കും, ഞാൻ ഇത്ര തരാം, ഇവിടെ ഉണ്ടോ? പിള്ളേരാണ് ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ. അവർക്കാണെങ്കിൽ ഈ വാല്യൂ കോൺഷ്യസ് അല്ലല്ലോ. എന്ന് വെച്ചാൽ അവർക്കിത് ഉണ്ടാക്കാൻ 2 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ വേറെ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും നോക്കില്ല. അവർ അന്ധമായിട്ട് വേറെ ആരുടെ കാശ് ചിലവാക്കും. ആ ബ്രാൻഡിന്റെ വാല്യൂ ആണ് ശരിക്കും പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഡ്രിങ്ക് അത്ര ഭയങ്കര കിടലും സാധനമൊന്നുമല്ല, പക്ഷെ ബ്രാൻഡിന്റെ വാല്യൂ. അതിപ്പോ മറ്റേ ഹിമാലയ വെള്ളം, അവരും ബിസ്ലറിയുടെ സെയിം വെള്ളം തന്നെയാണ് വിൽക്കുന്നത്. പക്ഷെ നമുക്ക് ആ ബ്രാൻഡ് കാണുമ്പോൾ എന്തോ അത് കുടിച്ച് നടക്കുമ്പം, ഇപ്പം ഐഫോൺ തന്നെ അത് പിടിച്ച് നടക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ലീഗൽ ആളെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന കൊണ്ടാണല്ലോ നമ്മൾ അതിനൊരു 20-30,000 രൂപ എക്സ്ട്രാ കൊടുക്കണം. ചില റീൽസ് ആൻഡ്രോയിഡ് വേഴ്സസ് പ്രൈം എന്ന് പറഞ്ഞാൽ എനർജി ഡ്രിങ്ക് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത് ലിക്വിഡ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടൊരു എനർജി ഡ്രിങ്ക്, ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് ഉണ്ട്, ഫിസി വാട്ടർ ആണെന്ന് തോന്നുന്നു. വെള്ളമാണ് അത്, ശരി വെള്ളമാണ്. ലിക്വിഡ് ഡെത്ത് വെറും വെള്ളമാണ്. വെള്ളം കുടിക്കുന്ന പുള്ളി കൂളാക്കി എന്ന് വെച്ചാൽ ഇവർ ഈ പോഡ്കാസ്റ്റുകളിലെല്ലാം, അതെന്ന് വെച്ചാൽ പുള്ളി അതാണ്, പോഡ്കാസ്റ്റുകൾ വളരുന്ന ഒരു സമയത്ത്, ആൾക്കാർ പോഡ്കാസ്റ്റുകൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയത്ത് അയാൾ മിക്ക പോഡ്കാസ്റ്റുകളിലും കൊണ്ടുപോയി ലിക്വിഡ് ഡെത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ അത് വെച്ച് ആൾക്കാർ ആ ഒരു ക്യാനിൽ, അത്രേ ഉള്ളൂ, വെള്ളം ക്യാനിലാക്കി വിറ്റ്. അതിപ്പോൾ എന്തോ ഭയങ്കര ബ്രാൻഡാണ്. ഇതുപോലെ നമ്മൾ സൈഡിൽ ഈ ബിസിനസ് തുടങ്ങണം മുമ്പേ ഇത് വാരൻ ബഫെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. വാരൻ ബഫെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്ററാണ്. അപ്പം എല്ലാ ബിസിനസ്സിനും നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ഞാനിപ്പം എൻ്റെ പിക്കിൾ ബിസിനസ് 2 വർഷം നടത്തി കഴിഞ്ഞാൽ, അതൊരു മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആയാൽ, അതിലൊരു ലാഭം ഉണ്ടെങ്കിൽ വേറെ ഒരാൾ എന്തായാലും തുടങ്ങും അല്ലേ? ഇപ്പം അനീസിക്ക അവിടെ ഒരു ബിസിനസ് തുടങ്ങി പിക്കിൾ വിൽക്കുന്നുണ്ട്. അതേ സാധനം റിൻഷാദിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ 2 വർഷത്തെ എഫേർട്ട് ആക്ച്വലി അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല. എന്നുവെച്ചാൽ കാര്യമില്ല. കാരണം എന്തായാലും റിൻഷാദ് കുറച്ചുകൂടെ കാശ് ചിലപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങളെ ചിലപ്പോൾ ഔട്ടായി കളയും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പം നമുക്ക് വേണ്ടത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത് നാളെ ഒരാൾ തുടങ്ങുവാണെങ്കിൽ നമ്മുടെ സെയിം മോഡൽ അയാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ നോക്കേണ്ടത് ഒരു എല്ലാ ബിസിനസ്സിലും നമ്മുടെ എന്താണ് നമ്മുടെ സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കും. മാത്രം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ല, സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. എനിക്ക് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ബ്രാൻഡ്. ഓക്കെ, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ നാച്ചുറലി ആ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് വരും. ഇപ്പം സെറോക്സ് അല്ലെങ്കിൽ റെഡ് ബുള്ള് അല്ലെങ്കിൽ പെപ്സി, കൊക്കോകോള, അഡിഡാസ്, പ്യൂമ എന്ന് വെച്ചാൽ എനിക്കൊരു തുണി വേണമെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു തുണി വേണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്നെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് എനിക്ക് തുണി വേണം എന്ന് സെർച്ച് ചെയ്യുമ്പം അവിടെ ഒരു 10 പേര് തുണി ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിലേറ്റവും ടോപ്പ് വരുന്ന ആളാരാണ്? അതിലേറ്റവും ടോപ്പ് വരുന്ന ആൾ ഗൂഗിളിന് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ ഒരിക്കലും ഫസ്റ്റ് സ്റ്റേജിൽ ഒരിക്കലും ലാഭമാവില്ല. അവർ തിരിച്ച് വന്ന് ഈ ഒരു ബ്രാൻഡ് മനസ്സിൽ കയറുമ്പോഴാണ് ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് 0 ആവും. ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം ബ്രാൻഡ് ഒരു സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഓവർ ടൈം സിക്കയുടെ അച്ചാറാണ്. പ്രിയ പിക്കിൾസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചില പോപ്പി കൊട, അതായത് നമ്മൾ കൊട നാച്ചുറലി കാണുമ്പോൾ പോപ്പി കാണുമ്പോൾ നമ്മൾ എടുക്കും. കാരണം അവരങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള. കൊട എന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ പോപ്പി അല്ലെങ്കിൽ ജോൺസ് അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ നാളെ ഇപ്പോൾ റിൻഷാദ്സ് എന്ന് പറഞ്ഞൊരു കൊട കൊണ്ടുവന്നാൽ അവർക്ക് ഒരിക്കലും പോപ്പിയായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പോപ്പി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഒരു ബ്രാൻഡാണ്. അവർ അത്രത്തോളം ഐബോൾസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് അത്രയും വലുതാണ്. അപ്പം ഒന്ന് ബ്രാൻഡ്. രണ്ടാമത് വരുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് പേറ്റൻറ്റ്. ഫാർമയിലൊക്കെ മേജർലി പേറ്റൻ്റാണ്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ടെക്കിലും കുറേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പ്രൊപ്പറേറ്ററി ടെക്നോളജി ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിപ്പോൾ ഫുഡ് ബിസിനസ്സിലായാലും എനിക്ക് ഒരു രീതി ഓഫ് മേക്കിംഗ് പ്രോഡക്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു സീക്രട്ട് റെസിപ്പി ഉണ്ട്. അത് ആൾക്കാർക്ക് അറിഞ്ഞിടും, പക്ഷേ ആൾക്കാരത് മനസ്സിലാക്കി എടുക്കും. പക്ഷേ ഓൺ ദ ടെക്ക് എൻഡ് ഇപ്പോൾ എനിക്ക് ഞാനൊരു ഡ്രഗ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കതിൻ്റെ പേറ്റൻ്റ് ഉള്ള സമയത്ത് വേറെ ഒരാൾക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എത്ര വേണമെങ്കിലും ലാഭം ഉണ്ടാക്കാം. ചെയ്താലും നിനക്കൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കണം. ചെയ്താലും എനിക്ക് റോയൽറ്റി തരണം.
അപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, നിങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു പ്രൊപ്പറേറ്ററി സാധനമുണ്ട്, നിങ്ങൾക്കൊരു പേറ്റൻ്റ് ഉണ്ടെങ്കിൽ അതും ഒരു സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അത് നാളെ ഇപ്പോൾ റിൻഷാദിന് നാളെ വന്നാൽ അത് തുടങ്ങി. ഇപ്പം നിങ്ങളുടെ സ്വീറ്റ് ലൈം പിക്കിളിൻ്റെ ഫോർമുല അത്ര പേർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തോ ഒരു സാധനമൊക്കെ ഇട്ടാണ് അതിൽ എന്തൊക്കെയോ ഇട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വീറ്റ് ലൈം പിക്കിൾ ഹിറ്റായാലും നാളെ റിൻഷാദിന് വന്നിട്ട് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ സ്വീറ്റ് ലൈം പിക്കിൾ ഇപ്പോൾ 500 രൂപയ്ക്കാണ് വിൽക്കണമെങ്കിൽ നാളെ റിൻഷാദിന് അതൊന്ന് 400 രൂപയ്ക്ക് വിറ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊപ്പറേറ്ററി സാധനം ഉണ്ടെങ്കിൽ അവിടെയാണ് ഈ ഫുഡ് ബിസിനസ്സിൽ കയറുന്ന ആൾക്കാർക്ക് ഫുഡിനോട് ഭയങ്കര താല്പര്യം വേണം. അതായത് ഉണ്ടാക്കാനും ടെസ്റ്റ് ഔട്ട് ചെയ്യാനും പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളൊരു ആ ഒരു ഹാക്കിംഗ് മൈൻഡ് വേണം. അത് ഏതൊരു ബിസിനസ്സിൽ, ഇപ്പോൾ നിങ്ങൾ കോഡിങ്ങിലോട്ട്, നിങ്ങളൊരു കോഡിങ് ബിസിനസ്സിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ ഇപ്പോൾ AI തന്നെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കത് AIയിലെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പഠിച്ചെടുക്കാനും ഒക്കെ ഒരു ഭയങ്കര ഒരു താല്പര്യം വേണം. ആ ഒരു എപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി വേണം. അപ്പോഴാണ് നമുക്കിങ്ങനെ പൊടിവിദ്യകൾ നമ്മുടെ കയ്യിൽ വരുന്നത്. അത് വേറെ ഒരാൾക്ക് അത് മനസ്സിലാവില്ല, കാരണം നിങ്ങൾക്ക് അത്ര ഡെപ്തിൽ ഈ സാധനം അറിയാം. അപ്പോൾ രണ്ടാമത് വരുന്നത് പ്രൊപ്പറേറ്ററി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. പിന്നെ മൂന്നാമത് വരുന്നതാണ് സ്കെയില്, എക്കോണമീസ് ഓഫ് സ്കെയില്. അപ്പോൾ അത് പക്ഷേ അത് ഒരിക്കലും ഒരു പുതിയ ഒരാൾക്ക് അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ പിക്കിൾ ബിസിനസ് ഉണ്ട്, ഓക്കെ, നമ്മൾ എത്രത്തോളം മാനുഫാക്ചർ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ യൂണിറ്റ് കോസ്റ്റ് കുറയും. ഇത് ഭയങ്കര സീരിയസ് എപ്പിസോഡല്ലേ, ചെറിയൊരു നിങ്ങൾ എത്രത്തോളം മാനുഫാക്ചർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ യൂണിറ്റ് കോസ്റ്റ് കുറയും. അപ്പോൾ നിങ്ങൾ ഒരു പിക്കിള് ഇപ്പം നിങ്ങളാണെങ്കിൽ മാസം 10,000 ബോട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 200 രൂപയായിരിക്കും, ഓക്കെ. നിങ്ങളിപ്പോൾ 500-നാണ് വിൽക്കുന്നത്. റിൻഷാദ് നാളെ തുടങ്ങുകയാണെങ്കിൽ റിൻഷാദിന് ഒരിക്കലും 10,000 ബോട്ടിൽ തുടങ്ങാൻ പറ്റില്ല, അൺലെസ് റിൻഷാദ് അത്രയും കാശും ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ട് വരുമല്ലെങ്കിൽ. റിൻഷാദിന് 100-നേ തുടങ്ങാൻ പറ്റുള്ളൂ. 100-ൽ ഒരു ബോട്ടിലിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 350 രൂപയായിരിക്കും. അപ്പോൾ റിൻഷാദിന് എത്ര കുറച്ചാലും 350-നെ കാട്ടി കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറേ ബിസിനസ്സുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് സ്കെയിൽ ചെയ്യും. അപ്പോൾ അവർക്ക് ഒരുപാട് ഇതേപോലത്തെ കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. ഈ കുറേ ബിസിനസ് ഇപ്പോൾ പേനയും പെൻസിലും ഒക്കെ വന്നിട്ട് ഭയങ്കര സ്കെയിലിൽ കളിക്കുന്ന ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പേന എന്ന് പറയുന്നത് ഭയങ്കര ഈസിലി റെപ്ലിക്കബിൾ ഒരു സാധനമാണെങ്കിലും ആൾക്കാർക്ക് അത് ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ പേനയിൽ നിൽക്കുന്ന അങ്ങനത്തെ കമ്പനീസ് ഉണ്ടാക്കുന്ന അത്ര സ്കെയിലിൽ ആൾക്കാർ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ്. 3 സ്കെയിലാണ്. 4-മത്തത് നെറ്റ്വർക്ക് എഫക്ട്സ് എന്ന് പറയും. അപ്പോൾ നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചില പ്ലാറ്റ്ഫോമിൻ്റെ വാല്യൂ അതിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങളാണ് വാട്സാപ്പിൻ്റെ ഫൗണ്ടർ. നാളെ റിൻഷാദ് വാട്സാപ്പ് ഉണ്ടാക്കിയാൽ റിൻഷാൻ വാട്സാപ്പിൽ നിന്ന് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം യൂസേഴ്സ് എല്ലാം വാട്സാപ്പിലാണ്. നിങ്ങൾ വാട്സാപ്പ് തുടങ്ങി എല്ലാവരും കാരണം വാട്സാപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്കാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരാൾക്ക് തകർക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നാളെ ഞാൻ അതേപോലത്തെ ടെക്ക് വെച്ചിട്ട് അതേപോലത്തെ ഒരു ആപ്പ് തുടങ്ങിയാൽ ആൾക്കാർ വരില്ല, കാരണം അതിൽ ആൾക്കാർ വരുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു നെറ്റ്വർക്കാണ് വാല്യൂ. ഇപ്പോൾ ഊബറിൽ അത്രത്തോളം ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിലേ അത്രത്തോളം കസ്റ്റമേഴ്സ് ഉള്ളൂ, അത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ അത്രത്തോളം ഡ്രൈവേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇതും ഭയങ്കര ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയും. ഇതൊക്കെ ഒട്ടും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, നാളെ ഒരാൾ ഇത് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും അയാൾ ടേക്ക് ഓവർ ചെയ്യില്ല, അൺലെസ് അയാളുടെ കയ്യിൽ അത്രയും ക്യാപിറ്റലുണ്ട് എന്നുള്ളൊരു സാധനം ഇതായി. പിന്നെ വന്നിട്ട് ഹാബിറ്റ് ഒരു സാധനമുണ്ട്. ഹാബിറ്റാണ് ഈ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഇടയ്ക്ക് ഒരു ഹാബിറ്റാണ്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ബുക്ക് മൈ ഷോ, എനിക്ക് അതും കൈൻഡ് ഓഫ് ഒരു ബ്രാൻഡ് തന്നെയാണ്. എനിക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ആദ്യം പോകുന്ന ബുക്ക് മൈ ഷോയിലോട്ടാണ്. ബസ് ബുക്കിങ്ങിന് വളരെ എസ്റ്റാബ്ലിഷ് ആണ് റെഡ് ബസ്സാണ്. ഇപ്പോൾ ഡേറ്റിങ്ങിന് ബമ്പിൾ ഒരു പ്രിഡോമിനൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ബോറടി വരുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യുക, അതായത് ആൾക്കാരുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ നീഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഉള്ള ഒരു സാധനമായിട്ട് പ്ലേസ് ചെയ്ത് അത് ആൾക്കാർ യൂസ് ചെയ്ത് ഇപ്പം കോഫി ഓൺ ദ ഗോ, അത് ഇപ്പം US-ലൊക്കെ പലരും ജോലിക്ക് പോകുമ്പോൾ അവർ സ്റ്റാർബക്സിൽ നിന്ന് കോഫി എടുത്തുകൊണ്ട് പോകുമല്ലോ. അത് ആൾക്കാർക്ക് ഹാബിറ്റായി. അവർ നാളെ ഇതിൽ ചിലപ്പോൾ ഒരു പുതിയ ബ്രാൻഡിലോട്ട് മാറുമെങ്കിലും ആ സ്റ്റാർബക്സ് അതവർക്ക് ഹാബിറ്റാണ്. അതുകൊണ്ട് ഇതൊരു റെപ്ലിക്കബിൾ ബിസിനസ്സല്ല. നാളെ അപ്പുറത്ത് സ്റ്റാർബക്സിൻ്റെ അപ്പുറത്ത് റിൻഷാദ് ഒരു കടയിട്ടാലും അതിൽ നിന്ന് ആൾക്കാർ വന്നെടുക്കാനുള്ള ചാൻസ് കുറവാണ്, കാരണം അവർക്ക് അത്രത്തോളം യൂസ്ഡാണ് ഈ പ്രോഡക്റ്റുമായിട്ട്. അപ്പോൾ ഇതിൽ ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഈ ടെക്കുകാർ
പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ബ്രാൻഡ് ഒന്നുണ്ട്, പിന്നെ പ്രൊപ്രൈറ്ററി സാധനം, ആ ഒരു പ്രൊപ്രൈറ്ററി എന്തെങ്കിലും നമ്മുടെ തന്നെ ഒരു സാധനം ഉണ്ടാക്കുക, അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര. ഇപ്പം ഷെഫ് പിള്ളയൊക്കെ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ്, പുള്ളിയൊക്കെ ബ്രാൻഡിങ് കളിക്കുന്നതാണ്. പുള്ളിയുടെ ബ്രാൻഡിൽ വരുന്ന ഒരു സാധനത്തിന് പിന്നെ ഡെഫിനറ്റ്ലി പ്രോഡക്റ്റ് ക്രാക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്തിട്ടും നമ്മുടെ പ്രോഡക്റ്റും പിന്നെ പറയാം പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ്, അതായത് പ്രൈസിങ്, ആ സാധനമൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. നിങ്ങളുടെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിലൊരു വാല്യൂ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ തന്നെ പിക്കിളാണെങ്കിൽ നമുക്ക് 200 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ആ ഒരു യൂസർ അങ്ങനത്തെ ഒരു കസ്റ്റമർ ബേസിലോട്ടല്ല നിങ്ങൾ ചിലപ്പോൾ വിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കസ്റ്റമർ ബേസിലോട്ട് നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ചാനൽസും അങ്ങനത്തെ ബ്രാൻഡിങ്ങും പിടിക്കണം. എനിക്കൊന്ന് ഞാൻ ഇതിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നോൺ വെജ് അച്ചാറുകളിലെ ഫോക്കസ് ചെയ്യും. പക്ഷെ പിന്നെ അവിടെ ഉണ്ട് ബാക്കി എല്ലായിടത്തും നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ, നല്ല സ്കെയിൽ ചെയ്യുന്നപ്പോൾ ഈസ്റ്റേൺ ആയാലും ഇങ്ങനെ കുറേ ടീമുകൾ കുറേ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും ഈ മീറ്റ് പിക്കിളിന്റെ കേസിൽ ഏതെങ്കിലും ഉണ്ടോ? അതിനകത്ത് ആൾക്കാർ ചെയ്യാന്ന് വെച്ചാൽ അതിന് അധികം ഡേറ്റ് ഇടാൻ പറ്റത്തില്ല. നാരങ്ങ അച്ചാറിന് കൊടുക്കുന്ന ഡേറ്റ് ഇടാൻ പറ്റത്തില്ല. ഇതൊക്കെ പടപടാന്ന് തീർക്കേണ്ടത്, അല്ലെങ്കിൽ അതുപോലെ കെമിക്കൽ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഓർഗാനിക് ആണ് ശരിക്കും അപ്പോൾ ഫോക്കസ് ചെയ്ത് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം, അതായത് വെളിച്ചെണ്ണ, നല്ലെണ്ണ, വിനാഗിരി, ഇതെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സൺമുളക് പൊടി, ഇതൊക്കെ ഏറ്റവും ഫ്രഷ് സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. എനിക്ക് തോന്നുന്നു കേക്ക് തന്നെയാണ് നല്ലൊരു സാധനം. അത് ഈ കോർപ്പറേറ്റ് അല്ലേ, ആ ഒരു ഗിഫ്റ്റിങ്ങിലോട്ടൊക്കെയാണ് ശരിക്കും. നമുക്കാണെങ്കിൽ എപ്പോഴും ഈ ഒരു ക്യാഷ് ഫ്ലോയിൻ്റെ സാധനം ഉണ്ടല്ലോ, ക്യാഷ് ഫ്ലോയിൻ്റെ സാധനം എപ്പോഴും നമ്മൾ ആദ്യം ക്യാഷ് കിട്ടിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ആസ് എ ബിസിനസ്. മനസ്സിലായില്ലേ? അതായത് ആദ്യം നമുക്ക് ഓർഡർ വന്നു, കാശ് വന്നിട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കി തുടങ്ങുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബിസിനസ്സിനെ വേറെ ലെവലിൽ പ്രോഫിറ്റബിൾ ആകും. ഫോർ ഇൻസ്റ്റൻസ് സ്കൂളെന്ന് പറഞ്ഞ ബിസിനസ് ഭയങ്കര ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്. കാരണം നിങ്ങൾക്ക് വർഷത്തിൻ്റെ തുടക്കമേ ഫീസ് കിട്ടും. അപ്പോൾ അവർക്ക് ആ കാശ് ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സത്യം. ആ കാശ് വേണമെങ്കിൽ വല്ലയിടത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സ്കൂൾ തുടങ്ങിയാലോ? അതാണ്, സ്കൂള് നല്ലൊരു ബിസിനസ്സാണ്. സ്കൂള് നഴ്സറി ഇല്ല, കേക്ക് നല്ല ബിസിനസ്സാണ്. കേക്ക് ഭയങ്കര പ്രോഫിറ്റബിളും. പിന്നെ നോക്കണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ എന്താണ്. എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ നമ്മൾ തുടങ്ങുന്ന മുമ്പേ തന്നെ ഒരു പ്ലാൻ വേണമായിരിക്കും. അതായത് ഇത് സ്കെയിലാവുമോ. ഇപ്പോൾ പറഞ്ഞില്ലേ, അച്ചാറ് നിങ്ങൾക്ക് പത്തനംതിട്ട നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ പാടായിരിക്കും അല്ലേ. കേക്ക് എഗെയിൻ എത്രത്തോളം കോമ്പറ്റീറ്റീവ്, അതാണ് നമ്മൾ തുടങ്ങുന്ന മുമ്പേ നമുക്കൊരു ഐഡിയ വേണം. അതായത് എനിക്കിത് എവിടെയാണ് എത്തിക്കേണ്ടത്, ഇത്രയൊരു സ്കെയിലിൽ എത്തിച്ചാൽ ആൻഡ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് നടത്തിക്കൊണ്ട് പോവുകയാണ്, ആ ഒരു ക്ലാരിറ്റി വേണം. അതെനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. അതായത് നമുക്കിതിൽ നിന്ന് എന്താണ് വേണ്ടത് ആൻഡ് അതിനുള്ള എഫേർട്ട് ഇടുക, അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ 2014 തൊട്ട് സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിൽ ഇങ്ങനത്തെ വളരെ ക്ലാരിറ്റിയോടെ വന്ന ആൾക്കാർ ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം. അതെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ ആവശ്യം ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള സ്കില്ലാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ തകരുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ അടിയുണ്ടാവുന്നു അങ്ങനത്തെ ഉള്ള കേസിലാണ്. അതായത് എപ്പോഴും ഒരു ബിസിനസ് ഫെയിലാവുന്നത് ആഫ്റ്റർ എ പോയിന്റ് ആ ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഇതിനി മുന്നിലോട്ട് കൊണ്ടുപോകണ്ട എന്ന് വിചാരിക്കുമ്പോഴാണ്. നമ്മൾ മുന്നിലോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ സാധനം നമുക്ക് എവിടെ, കാരണം ഒരു 3-4 ആൾക്കാർ വന്നാൽ തന്നെ അവിടെ ഒരു ടീമായി ബിസിനസ് നടത്താനുള്ളൊരു സ്പേസായി. പക്ഷേ പലപ്പോഴും ആൾക്കാർ അടിയായി പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഈ ബിസിനസ് നിന്ന് പോകുന്നത് അല്ലേ. പിന്നെ 4 പാർട്ട്നേഴ്സ് തുടങ്ങിയാൽ 2 പേര് തമ്മിൽ അടിയായ ബിസിനസ് നിന്നു. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോഴും, പക്ഷെ നമ്മളൊരു ടീം ഉണ്ടാക്കിയാലേ നമുക്ക് ഭയങ്കര വലിയ സ്കെയിലിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പലർക്കും പല സ്ട്രെങ്ത്താണ്. ചിലർക്ക് മാർക്കറ്റിങ്ങിലാണെങ്കിൽ ചിലർക്ക് പ്രോഡക്റ്റിലായിരിക്കും, ചിലർക്ക് ഇതേപോലെ വിളിച്ച് കൺവിൻസ് ചെയ്യണതിലായിരിക്കും, ചിലരുടെ കയ്യിലുള്ളത് ക്യാപിറ്റലായിരിക്കും, ചിലരുടെ കയ്യിൽ അത് ഫണ്ട് ചെയ്യാനുള്ള കാശുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീം വന്നാലേ ഒരു ഐഡിയ ഒരു വലിയ സ്കെയിലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ആ ടീം സെലക്ട് ചെയ്യുന്നതിലും ഭയങ്കര കെയർഫുള്ളായിരിക്കണം. വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിസ്ട്രി വേണം. നിന്റെ സ്റ്റാർട്ടപ്പിൽ ആ ടീമായിരുന്നോ നല്ലത് പ്ലസ് ആയതോ? ടീമായിരുന്നു പ്ലസ്. നമ്മൾ ഇൻവെസ്റ്റർ നിന്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് കൊടുക്കുക.
ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് ആദ്യം തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ MBA ചെയ്യാൻ പോയ സമയത്തും ഞാനാണെങ്കിൽ കൺവെൻഷനൽ ഒരു ജോലി കയറാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം എന്താണ് കൺസൾട്ടിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അങ്ങനെയൊക്കെയുള്ള സാധനത്തിലോട്ട് പോകാം എന്നാണ് ഞാൻ കൺസൾട്ടിങ് കേസൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. കാരണം അതാണ് ഏറ്റവും കവറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. നല്ല കാശ്, നല്ല കാശും. IIT-യിൽ ഉഴപ്പിയല്ലോ, IIT-യിലൊന്നും കിട്ടിയില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഇനി ഒരു സെക്കൻഡ് ചാൻസ് ആണല്ലോ, അപ്പോൾ ആ സെക്കൻഡ് ചാൻസ് നല്ലപോലെ യൂസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ ഒരു സുനിൽ ഹണ്ട എന്ന് പറഞ്ഞിട്ടൊരു അലുമിനസാണ് പുള്ളി IIM-ൽ. ഈ സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിലൊക്കെ അയാളുടെ കഥയുണ്ട്. അയാൾ പണ്ട് തൊട്ടേ ബിസിനസ്സുകൾ ചെയ്ത്, അയാളുടെ കഥ പറയുകയാണെങ്കിൽ അയാൾ ബേസിക്കലി അയാൾക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു, ലബോറട്ടറി ഇൻ ഓൺടർപ്രണോറിയൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിലാണ് മിക്ക സ്റ്റാർട്ടപ്സും ഉണ്ടാവുന്നത് നമ്മുടെ കോളേജിൽ നിന്ന്. പക്ഷേ ഒരു കോഴ്സ് നടത്തണമെങ്കിൽ ഒരുപാട് മറ്റേ അക്കാഡമിക്കിൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് പുള്ളിക്ക് എന്തോ പുട്ട് ഓഫ് ചെയ്യും, പുള്ളീനെ ടേൺ ഓഫ് ആയി. പുള്ളി ഇപ്പോൾ അത് കോഴ്സായിട്ട് എടുക്കുന്നില്ല, പുള്ളി വൈകിട്ട് ഇങ്ങനെ കുറച്ച് സെഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് അങ്ങനെ കോഴ്സ് പോലെ അയാളും ഫുൾ ഇങ്ങനെ നിങ്ങൾ ചെയ്താലേ മനസ്സിലാവുള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്ക്, ഇതിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് എന്താണോ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെ വളരെ പേഴ്സണലൈസ്ഡ് കസ്റ്റം ഒരു സാധനമാണ്. അല്ലാതെ നിങ്ങളുടെ ബിസിനസ് നമുക്ക് എത്രത്തോളം പഠിച്ചാലും അതാണ് ഇപ്പം MBA-യിൽ നമ്മൾ ബേസിക്കലി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളിപ്പം 0 to 1 പോയിട്ടുണ്ടെങ്കിൽ അത് 1 to 10 കൊണ്ടുപോകാൻ ഒരു MBA-കാരനെ കൊണ്ട് പറ്റും. കാരണം നമുക്ക് ബേസിക്കലി എല്ലാം നമ്പേഴ്സാണല്ലോ. കുറേ കഴിഞ്ഞാൽ നിനക്കൊരു വെൽ ഫങ്ഷനിങ് മാർക്കറ്റിൽ ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരാൾ കണ്ടുപിടിച്ചെങ്കിൽ, ഒരു ഓൺട്രപ്രണർ റിസ്ക് എടുത്ത് കുറേ എക്സ്പീരിമെൻറ്റ്സ് ചെയ്ത് പുള്ളി മാർക്കറ്റ് വളരെ ഡീപ്പായി പഠിച്ച് പുള്ളിക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള എക്സ്പെർട്ടീസ് വെച്ച് പുള്ളി ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് അതിൽ നിന്ന് സഫീഷ്യൻറ്റ് ക്യാഷ് ഫ്ലോ വന്ന് കഴിഞ്ഞ് അതൊരു പ്രൂവബിൾ ബിസിനസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ സ്കെയിൽ ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിലൊരു സാധനം പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ 40 സിറ്റിയിലോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു MBA-കാരന് വന്നിട്ട് അയാളുടെ ഫ്രെയിം വർക്കും സാധനമൊക്കെ വെച്ച് ഈ ബിസിനസ്സിൽ ഇതൊക്കെയാണ് വേരിയസ് എലിമെൻറ്റ്സ്, ഇങ്ങനെയാണ് ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ സപ്ലൈ ചെയിൻ, ഇതിൽ വേണ്ട എലിമെൻറ്റ്സ് ഇതൊക്കെയാണ്, ആ ബിസിനസ് ഒരു മോഡലാക്കാം. ഇത് പിന്നെ ഒരു 40 സിറ്റിയിൽ കൊണ്ടുപോയി സ്പ്രെഡ് ചെയ്യാനും ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ആകുന്നു, ഇത് സക്സസ്ഫുള്ളി നടക്കുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാനും ഒക്കെ MBA-യിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ 0 to 1 ഒരിക്കലും അതൊരു ബിസിനസ് വളരെ ആർട്ട് പോലെ ഇരിക്കുന്ന ഒരു ബിസിനസ്സാണ്, അത് ഇൻഡ്യൂഷനാണ്, അത് അങ്ങനത്തെ ഒരു ആരും കാണാത്തൊരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ഒരാളാണ്. അപ്പോൾ MBA-യിൽ അതുകൊണ്ട് ഓൺട്രപ്രണർഷിപ്പ് അങ്ങനെ വലുതായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇയാളിങ്ങനെ ബേസിക്കലി ആദ്യത്തെ സെഷനിൽ വന്നിങ്ങനെ പറയും, ഇയാളൊരു വലിയ ട്രയാങ്കിൾ വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ നടുക്കൊരു കുത്തിടും, എന്നിട്ട് അയാൾ ചോദിക്കും നിങ്ങൾക്ക് ഈ കുത്തായിട്ട് ജീവിക്കണോ അതോ നിങ്ങൾക്ക് ഈ വലിയ ട്രയാങ്കിൾ ആവണം. മനസ്സിലായി? എന്താ വെച്ചാൽ നിങ്ങളൊരു വലിയ കമ്പനിയിലെ കുത്താണോ അതോ നിങ്ങൾ കമ്പനിയാണോ എന്താണ്. പിന്നെ പുള്ളിക്ക് ഈ ഒരു സാധനമുണ്ട്, അത് പുള്ളി പറയും, അതായത് നിങ്ങൾ ഇത്രയും പഠിച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾ മറ്റേ IIT ആണ് IIM ആണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇത്രയാണ് കാശ് കിട്ടുന്നത്. അവിടെ ആ ജംഗ്ഷനിൽ സാരി വിൽക്കുന്ന ആൾക്ക് മാസം 5 ലക്ഷം രൂപയുണ്ട്, ഇതിൽ സമോസ വിൽക്കുന്ന ആൾക്ക് ഇത്രയുണ്ട്. പിന്നെ അയാൾ ഭയങ്കര അധികം ഈ ഒരു ഫ്രീഡം, അതായത് പുള്ളിക്ക് ഈ ഇൻവെസ്റ്ററിൻ്റെ നിന്ന് കാശ് മേടിക്കുന്ന താല്പര്യമില്ല. കാരണം പുള്ളി പറയുന്നത് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ബിസിനസ് ചെയ്ത് ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാക്കി ആരുടെ അടിയിൽ വർക്ക് ചെയ്യാതിരിക്കുക, അതാണ് പുള്ളിയുടെ ഐഡിയ. അല്ലാതെ പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഭയങ്കര വലിയൊരു ഗംഭീര സംഭവമായി ഈ കമ്പനി പബ്ലിക് കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു സാധനമല്ല. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങൾക്ക് എന്നും വേറെ ഒരുത്തൻ്റെ അടിയിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത്ര സ്കില്ലുള്ള ആളാണ്, നിങ്ങളുടെയും കാട്ടി എത്രയോ കുറവ് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഇത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മോട്ടിവേഷനിലാണ് എനിക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ആ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്, നമുക്ക് കാശുണ്ടാക്കണം, കാശുണ്ടാകുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നമ്മുടെ വില കൂടും, മനസ്സിലായിരുന്നു, നമുക്ക് സൊസൈറ്റിയിൽ റെസ്പെക്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ ജീവിതം എന്താവും, കാശുണ്ടാക്കുക എന്നുള്ളൊരു. അപ്പോൾ നമുക്ക് മറ്റേതിൽ ടോപ്പാണ്. അതെ, മറ്റേ മാർക്കുണ്ടാക്കി ടോപ്പാണ്, പിന്നെ നമ്മൾ കാശുണ്ടാക്കി ടോപ്പാവണം. അപ്പോൾ ജോലിക്കൊക്കെ പോയാൽ കുറച്ച് ലക്ഷങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് കാശുണ്ടാക്കണം. അപ്പോൾ ഇയാൾ പറയുന്ന നമ്പേഴ്സ് കേട്ടപ്പോൾ എനിക്കും തോന്നി കറക്റ്റാണല്ലോ, എനിക്ക് കാശുണ്ടാക്കാനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഈ കുറച്ച് ജോലിക്ക് പോകണം, ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. പക്ഷെ അന്ന് ഞാൻ ജനറലി ഞാൻ പണിയെടുക്കുന്ന ഒരാളാണ്, പക്ഷെ ഒരുപക്ഷെ അത്രയും പണിയെടുക്കുന്ന ഒരാളും അല്ലെന്ന് വേണമെങ്കിൽ എന്നെ തന്നെ വിശേഷിപ്പിക്കാം.
അപ്പോൾ അപ്പോൾ ഞാനും അപ്പോൾ ചിന്തിച്ചിട്ടില്ല, അതായത് ഇത് പണിയെടുക്കാനുള്ള സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അതാണ്, നമ്മളൊരു ജോലിയുടെ കാട്ടി കൂടുതൽ പണിയെടുക്കണം അല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ റിയലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ കാശ്, ശരി ഇത്രയും കാശ് കിട്ടുമോ, ഇങ്ങനത്തെ സാധനം ചെയ്താൽ ഇത്രയും കാശ് കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ ഞാനും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. പിന്നെ നമുക്കാണെങ്കിൽ ഒരു സാധനം കൺവിൻസ് ആയാൽ പിന്നെ നമ്മൾ ഫുള്ളി കൺവിൻസ്ഡ് ആണല്ലോ. അപ്പം തന്നെ ഞാൻ റെസ്യൂമേ കീറിക്കളഞ്ഞു. ഇനി ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യില്ല, ഞാൻ ജോലി കൊടുക്കുന്ന ആളായിരിക്കും, ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ്. അതെ. പക്ഷെ കുറേയൊക്കെ എൻ്റെ മനസ്സിൽ ഈ ഒരു സാധനമുണ്ടല്ലോ, പണി കുറവ് ചെയ്ത് കൂടുതൽ കാശ് ഉണ്ടാക്കി ഇറങ്ങാം എന്നുള്ളൊരു സാധനം. അപ്പോൾ പണി കുറവ്, ഒരു 4-5 വർഷം വർക്ക് ചെയ്ത് സെറ്റാക്കിയ എല്ലാ മാസവും വെറുതെ 3 ലക്ഷം രൂപയുണ്ട്. അങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻ മനസ്സിൽ. അല്ലെങ്കിൽ ഇത് അങ്ങനെ എനിക്ക് മനസ്സിലായി, നമ്മളൊരു ടെക്ക് സാധനം തുടങ്ങിയാൽ നമ്മളിത് കുറച്ച് നാൾ ബിൽഡ് ചെയ്യുന്നു, ഇത് എക്സിറ്റ് ചെയ്യുന്നു. അന്ന് എൻ്റെ മനസ്സിലുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ 5 കോടിയാണ്. 5 കോടി കിട്ടിയാൽ എനിക്ക് ഈ മൈൽ സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങാം, എനിക്ക് തോന്നുമ്പോൾ എഴുന്നേക്കാം, തോന്നുമ്പോൾ ഉറങ്ങാം. അപ്പോൾ എന്തെങ്കിലും ഒരു ടെക്ക് സാധനം ബിൽഡ് ചെയ്യണം എന്നുള്ള. അങ്ങനെ ഞാൻ ഈ 100 അടുത്ത് പോയി. അപ്പോൾ അയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1-2 ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതായത് ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒരു ഭയങ്കര ഒരു എനർജിയുള്ള മനുഷ്യനാണ്, ഒരു രസമുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് പുള്ളി നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും. അപ്പോൾ നമ്മൾ ഈ അപ്പോയിൻമെൻറ്റിൽ പോയി നമ്മുടെ ബിസിനസ് ഐഡിയ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ആദ്യം എനിക്ക് വന്ന ഐഡിയ ഇതായിരുന്നു. അതായത് സോക്സ് അല്ല, ഇത് പണ്ട്, ഇത് 2015 തുടക്കത്തിലാണ്. അപ്പോൾ ആദ്യം വന്ന ഐഡിയ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ സാൻഡാണ്. ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സാൻഡിന് വേണ്ടി ഇത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്, സാൻഡിൻ്റെ മാഫിയ നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആർട്ടിഫിഷ്യൽ സാൻഡ് ഉണ്ടാക്കാമെങ്കിൽ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് പറ്റൂല, ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ നിങ്ങൾ ബിസിനസ് തുടങ്ങരുത്, വേറെ ഐഡിയ ആയിട്ട് വരാൻ പറയും. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമതും വേറെ എന്തോ ഐഡിയ ആയിട്ട് എന്തോ പോയി. പിന്നെ ഞാനിങ്ങനെ 2ാമത്തെ 3ാമത്തെ ഐഡിയ ഒക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ 2 ഫ്രണ്ട്സ്, എൻ്റെ IIT പഠിച്ച ഫ്രണ്ട്സ് 2 പേര്, അവർ 5 ഇയർ പ്രോഗ്രാമിലായിരുന്നു. അവരുടെ 5th ഇയർ പ്രോജക്റ്റ് ഇതേപോലെ AI ഉപയോഗിച്ച് ഇമേജ് റെക്കഗ്നിഷൻ അൽഗോരിതം ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഈ പ്രൊഫസർ 100 അടുത്ത് അയാളുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഇത് സൂപ്പർ സാധനമാണ്, ഇത് ചെയ്യാം എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇയാൾ ആ സമയത്ത് എൻ്റെ ഈ 2 ഫ്രണ്ട്സ് സുധീർത്തും അഭിജിത്തും അവർ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത്, അതിൽ സുധീർത്താണ് ശരിക്കും ഓണ്ടർപ്രണർ. സുധീർത്തിന് ബിസിനസ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ല. അപ്പോൾ അവിടെ ഏതോ ഒരു പ്രോഫിൻ്റെ റിസർച്ച് അസിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സുനിൽ ഹണ്ട പറഞ്ഞ് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ടപ്പ് ആവില്ല. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പം IIT ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, നിങ്ങൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് റിസർച്ച് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കല്. പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാരൻ കുറച്ച് കാശ് തന്നു. അതാണ് പുള്ളിക്കാരൻ. ഞാൻ പറയാം പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഈ ക്ലിനിക്കൽ ട്രയൽസ് കമ്പനീസ് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ അന്ന് ഇന്ത്യയിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് 50-50 അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ 50 ഇന്ത്യൻ പാർട്ട്ണറും 50 US കമ്പനിയായിട്ട് ഇയാൾ ടൈപ്പിൽ ഇയാൾ തുടങ്ങി. ഇന്ത്യ പിന്നെ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ ഒരു മേജർ ഹബ്ബാണ് ഇപ്പോൾ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് റിലാക്സ് ചെയ്തപ്പം ഇയാളുടെ ഈ പാർട്ട്ണർ നിന്ന് ഇയാളുടെ 50% മേടിച്ച്, അതിൽ നിന്ന് ഇയാൾക്ക് എത്രയോ 300-400 കോടി എന്തോ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇപ്പോൾ സ്കൂളുണ്ട്, പുള്ളിക്ക് ഫാക്ടറി ഉണ്ട്, അങ്ങനെ കുറേ ബിസിനസ്സസ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഇങ്ങനെ ആര് പോയി ഐഡിയ പറഞ്ഞാലും പുള്ളി കുറച്ച് കാശൊക്കെ തരും. അങ്ങനെയാണ് കുറേ ബിസിനസ്സസ് ഈ IIM നിന്ന് വന്നിട്ടുള്ള കുറേ ബിസിനസ്സുകൾ തുടങ്ങാൻ ഇയാൾ ഇതുപോലെ കാശ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ എഗെയിൻ ഇയാളുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ വേറെ ഇൻവെസ്റ്റർ എടുത്ത് അങ്ങനത്തെ ഉള്ള ബിസിനസ്സുകളല്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം, നമ്മൾ ആർക്കും വേണ്ടി പണിയെടുക്കരുത്. പുള്ളി ചുമ്മാ കുറച്ച് കാശൊക്കെ തരും, അതിൽ ഇക്വിറ്റി ഇല്ല, ഒരു സാധനം ഇല്ല. പുള്ളി ഇക്വിറ്റി ഒന്നും എടുക്കൂല, വേണ്ട പൈസ തിരിച്ചു കൊടുക്കണ്ട. കൊടുത്ത പുള്ളിക്ക് സന്തോഷം അത്രേ ഉള്ളൂ. പുള്ളിയാണ് ഈ എൻ്റയർ. ഞാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ മാവറിക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന്, പക്ഷേ പുള്ളി അങ്ങനെ വെറുതെ പുള്ളിക്ക് ഇങ്ങനെ ഐഡിയ എന്ന് വെച്ചാൽ പുള്ളിക്കൊന്നും വേണ്ട, പുള്ളിക്ക് ഇത് സഹായിക്കണം എന്നുള്ള മൈൻഡ് തന്നെ. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ അണ്ട സാറിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അല്ല, അങ്ങനെ കാശും പുള്ളി കുറേ കോണ്ടാക്ട്സും തരും. അങ്ങനെ പുള്ളി സുധീർത്തിനെ അഭിജിത്തിനെ ബാംഗ്ലൂർ കൊണ്ടുവന്നു. അവിടെ നമുക്ക് ഈ ഒരു പുള്ളി ഈ ഒരു ക്ലിനിക്കൽ ട്രയൽസ് ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് കുറേ ഫാർമയുടെ ബിസിനസ്സും ഉണ്ട്. അപ്പോൾ പുള്ളി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഹെൽത്ത് കെയറിൽ കുറേ ആൾക്കാരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ കണക്ഷൻസാണ് നമുക്ക് ആ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമാണ്. അങ്ങനെ പെട്ടെന്നൊരു
ഒരു ഹോസ്പിറ്റൽ CEO ആയിട്ട് കണക്ഷൻ ആവുക. ആൻഡ് ഓൾസോ ഇവർക്കൊക്കെ ഈ പിള്ളേരെ സഹായിക്കണം, ആ ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇയാളൊരു ചെറിയ ഈ സ്പേസിലെ ഡോൺ പോലെയാണ്, വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ നടത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ നാളെ നിങ്ങളുടെ പിക്കിൾ ബിസിനസ്സിന് ഒരു മാനുഫാക്ചറിനെ കണ്ടുപിടിക്കണം. ഹണ്ട ഓൾറെഡി അത്രയും ബിസിനസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 പിക്കിളുകാരെങ്കിലും പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളി ഈ പിക്കിളുകാരനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ മാനുഫാക്ചറുമായിട്ട് ഇയാളെ ഒന്ന് മുട്ടിച്ചു കൊടുക്കണം. കറക്റ്റ് നിങ്ങൾക്ക് ടേംസും ഡീൽസും സാധനമൊക്കെ സെറ്റായി കിട്ടും. ഒരു 5 വർഷത്തെ എഫേർട്ടായിരിക്കും ചിലപ്പോൾ ഒറ്റ ഫോൺ കോൾ. അതെ പുള്ളി സെറ്റാക്കി തരും. അങ്ങനെ അപ്പോൾ പുള്ളിയാണ് ശരിക്കും ഇത് ചെയ്യണം. ആൻഡ് പുള്ളി തന്നെയാണ് ഫ്ലൈറ്റ് ഇവർക്ക് ചെന്നൈയിൽ നിന്ന് ബുക്ക് ചെയ്ത് അഹമ്മദാബാദിൽ ഇറക്കിപ്പിക്കുന്നതും, പുള്ളി തന്നെയാണ് അക്കോമഡേഷൻ തരുന്നതും, പുള്ളിയുടെ വീട്ടിൽ വിളിച്ച് പുള്ളി ഇൻഡിവിജ്വലി ടൈം. ഇത് പുള്ളി എല്ലാ വർഷവും ഒരു 40-50 പേർക്ക് ചെയ്യാറുണ്ട്. പുള്ളിയുടെ ലൈഫ് എന്ന് വെച്ചാൽ പുള്ളി നന്നായി, പുള്ളി ഉണ്ടാക്കാവുന്ന കാശിൻ്റെയും കാട്ടി കൂടുതൽ പുള്ളിയുടെ വീടെന്നൊക്കെ പറഞ്ഞാൽ ബംഗ്ലാവാണ്, ഹോട്ടലാണ് പുള്ളിയുടെ വീട്. അതായത് ഞാൻ അത്ര അടിപൊളി വീട് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതാണ് ആ ഒരു സാധനം ഭയങ്കര നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതായത് പ്രോപ്പർട്ടി അല്ല, ക്വാളിറ്റിയാണ്. അതായത് പുള്ളി ഒരു ലെവലിൽ കാശ് കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളി കാശിൻ്റെ ആ ഒരു അന്ധമായ ഓട്ടമല്ല പുള്ളിക്ക്, മനസ്സിലായില്ലേ? പുള്ളിക്ക് ഇത് തിരിച്ചു കൊടുക്കണം, സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കണം, സഹായിക്കണം, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതിന് പുള്ളി അയ്യങ്കാരം മാത്രമല്ല, പുള്ളി വിളിച്ചു പറയുന്ന എല്ലാവരെയും ഒരു ലെവലിൽ പുള്ളിക്ക് അങ്ങനെ ആൾക്കാരെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, അവരുടെ ജീവിതത്തിലൊരു പോസിറ്റീവ് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ പുള്ളി കാശ് മാത്രമല്ല, പുള്ളി സമയം, കോണ്ടാക്റ്റ്. ആൻഡ് പുള്ളിക്ക് ഭയങ്കര നെറ്റ്വർക്കാണ്. പുള്ളി ഫാർമയിൽ കണക്ട് ചെയ്ത് കൊടുത്ത് ഇന്ന് 250 കോടി ടേൺ ഓവർ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്നുവെച്ചാൽ അത്രത്തോളം ബിസിനസ്, അതിലൊന്നും പുള്ളി ഒരു എക്വിറ്റി ഒന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനെ പുള്ളി കുറച്ച് കാശ് തന്ന് പുള്ളി കണക്ട് ചെയ്ത് നമ്മൾ ബാംഗ്ലൂരിലൊരു സൈറ്റ് കെയർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ക്യാൻസറിലാണ്. പക്ഷേ നമ്മൾ 23 വയസ്സായ ആണുങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങുമ്പം നമ്മുടെ ഗ്ലാമർ എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ യുവർ സ്റ്റോറി വരും നമ്മളെ ആൾക്കാർ. കാരണം ജനറലി ആൾക്കാർ പറയും സക്സസിൻ്റെ വർക്ക് സൈലൻസിലായിരിക്കണം എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ്. അതാ ഒരു ഓൺലൈൻ സാധനം. അതാണ് നമ്മുടെ ഇടയ്ക്ക് ആ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഇടയ്ക്ക് അന്ന് കൂള് സാധനം, ഇന്ന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതേപോലെ ഫോബ്സ് 30 under 30 വരണം, എല്ലാവരും അറിയണം. എല്ലാവരും അറിയാൻ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടിങ് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തുടങ്ങിയത്. പിന്നെ ഇയാൾ തന്നെ നമുക്ക് ഒരു ക്ലിനിക്കൽ ട്രയൽസ് കമ്പനി ആയിട്ട് കണക്ട് ചെയ്ത് തന്നു. എന്നിട്ട് അവർ നമുക്കൊരു പ്രോജക്റ്റ് തന്നു. അതായത് ഇതൊക്കെ എങ്ങനെ നടക്കുന്നത് ഇയാൾ വിളിച്ചു പറഞ്ഞിട്ട് നടക്കണേ നമ്മൾ. പക്ഷേ നമുക്ക് ടെക്കുണ്ട്, നമ്മുടെ കയ്യിൽ ആ ടെക്ക് ബിൽഡ് ചെയ്യാനും പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള സ്കില്ലുണ്ട്. ആൻഡ് അതുവരെ ഇങ്ങനെ ഇമേജ് റെക്കഗ്നിഷൻ അൽഗോരിതംസ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് നോക്കുമ്പം AI വെച്ച് ബിൽഡ് ചെയ്യാൻ ഭയങ്കര എഫക്റ്റീവും നമ്മുടെ ടെക്ക് വർക്കാവുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ AI എന്ന് പറഞ്ഞാൽ അത്ര കൂളല്ല, അല്ലെങ്കിൽ അത്രയും ഒരു സാധാരണമായ ഒരു ടേം ആയിട്ടില്ല. ഇല്ല അന്നത്തെ കാലത്ത് വെറുതെ AI എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാശറിയായിരുന്നു. ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സമയമായിരുന്നു. ആൾക്കാർക്ക് ഇതെന്താണ്, ആർക്ക് മറ്റേ പടം മാത്രമേ എഴുതുള്ളൂ, AI പടം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹോളിവുഡിന്റെ സാധനം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു സർവീസ് വന്നു. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്തു. ആ പ്രോജക്റ്റ് വന്നപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് നമ്മൾ റേസ് ചെയ്തു. അതായത് നമ്മൾ സോഷ്യൽ ഓണ്ടർപ്രൈസ് ആ ഒരു സാധനം പിടിക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. അത് നമ്മൾ പിടിച്ചത് കാശിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എൻ്റെ ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ്. കാശുണ്ടാക്കുക 5 കോടി ഉണ്ടാക്കുക, ഇറങ്ങുക എന്നുള്ളതാണ്. സുധീർത്തിനും അഭിജിത്തിനും, സുധീർത്തിന് ഹെൽത്ത് കെയർ ഭയങ്കര താല്പര്യമാണ്. ഈ സുധീർത്ത് ആസ് എ പേഴ്സൺ തന്നെ ഇപ്പോഴും ഇപ്പോൾ പുതിയ ഈ എന്തെങ്കിലും ഒരു വേറബിൾ, ഇപ്പോൾ ഒരു പുതിയ വേറബിൾ സാധനം വരുവാണെങ്കിൽ പുള്ളി ടെസ്റ്റ് ചെയ്യും. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ പുള്ളി ടെസ്റ്റ് ചെയ്യും. പുള്ളിക്ക് ആ ടെക് എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഒരു ഹെൽത്ത് കെയർ സാധനം പുള്ളിക്ക് ഭയങ്കര പാഷനാണ്. ഈ ഹെൽത്ത് കെയർ ടെക്നോളജി പുള്ളിക്ക് ഭയങ്കര പാഷനാണ്. പുതിയ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ മറ്റേ ഗ്ലൂക്കോസ് പാച്ചൊക്കെ വരൂലേ, അത് വെക്കുക, അത് എന്താണ് വർക്ക് ചെയ്യണം, അങ്ങനെ പുള്ളി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അഭിജിത്ത് എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര ഗീക്ക്, അതായത് ഒരു നേർഡ് ഡൂഡാണ്. കോഡിങ് ഭയങ്കര താല്പര്യമാണ്. 16-20 മണിക്കൂർ ഇരുന്ന് കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്
ഉള്ള ഒരാളാണ്. അതെ. അപ്പോൾ അവർക്കും അഭിജിത്തിൻ്റെയും ജെനുവിൻ താല്പര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ കാശ് എന്നുള്ളൊരു സാധനം അവർക്ക് സെക്കൻഡറി, എനിക്ക് ഒരു പക്ഷേ സെക്കൻഡറി ആയിരുന്നതാണ്. വാലിഡേഷൻ ആയിരിക്കും എനിക്ക് കൂടുതൽ. അതായത് ഞാനൊരു അന്ന് പെട്ടെന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ഇമേജ് മാറി കോളേജിൽ. കാരണം ബാക്കി എല്ലാവരും ആ റാറ്റ് റേസിൽ നിന്ന് ഇറങ്ങാത്തപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ പറക്കുന്നൊരു പരുന്താണ് ആ ഒരു സാധനം. അപ്പോൾ നമ്മൾ മാറി നിൽക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇമേജ് മാറുമല്ലോ, ഇവൻ വ്യത്യസ്തനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സർവീസ് ഒരു കമ്പനിക്ക് വേണ്ടി ഇതേപോലെ പ്രോജക്റ്റ് പോലെ ചെയ്തു. പ്രോജക്റ്റ് പോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വേണ്ടത് ഡേറ്റയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ഡേറ്റ എടുക്കണം. ആൾക്കാരുടെ ഡേറ്റ എടുക്കണമെങ്കിൽ നമുക്ക് കാശ് വേണം. നമ്മൾ സാധാരണ ഒരു സർവീസ് പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, അവരത് ബിൽഡ് ചെയ്യാനുള്ള ഡേറ്റ തരുന്നു, നമ്മളത് ബിൽഡ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സർവീസ് സാധനമാണ്, ഒരു പ്രോജക്റ്റാണ്, പ്രോജക്റ്റ് ബേസിസിലാണ്. പക്ഷേ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയാണ്, നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വല്ലതും ബിൽഡ് ചെയ്താലേ ഇതൊരു ഫണ്ടബിൾ ബിസിനസ് ആവുള്ളൂ. ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ബേസിക്കലി നിങ്ങൾക്ക് ഈ സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബേസിസിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കമ്പനി ബിൽഡ് ചെയ്ത് എക്സിറ്റ് ചെയ്യണം, അതായത് എൻ്റെ കമ്പനിക്ക് വേണ്ടി ഒരാൾ ഇത്രയും കാശ് തരുകയാണെങ്കിൽ ഞാനൊരു സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ. ആൻഡ് നമ്മുടെ സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഡേറ്റയുണ്ട്, ഇതുകൊണ്ട് പ്രൊപ്രൈറ്ററി ടെക്ക്, നമ്മുടെ ടെക്ക്. നിങ്ങൾ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുള്ള സാധനം, കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുള്ള ടെക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അങ്ങനെ ഈ പ്രോഡക്റ്റ് എന്തായിരുന്നു ഒന്ന് വ്യക്തമായിട്ട് പറയും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം ബേസിക്കലി നമുക്ക് ഈ റേഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്ന MRI CT ഇമേജസിൽ മുകളിൽ AI അൽഗോരിതംസ് ബിൽഡ് ചെയ്യുക, ഡയഗ്നോസിസിന്, ഡിറ്റക്ഷന്. ഒരു റേഡിയോളജിസ്റ്റിന് സ്പോട്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ ചിലപ്പോൾ അൽഗോരിതം സ്പോട്ട് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു MRIയിൽ സ്ട്രോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള സാധനം അൽഗോരിതത്തിന് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. മനുഷ്യന്റെ കണ്ണുകൾക്ക് സാധ്യമാവാത്തത്, മനുഷ്യന്റെ കണ്ണുകൾ തളരുമല്ലോ, മനുഷ്യന്റെ കണ്ണുകൾക്ക് തെറ്റുപറ്റാലോ. അപ്പോൾ ഒരു അസിസ്റ്റഡ് സാധനം പോലെ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടുണ്ട്, കുറേ സാധനം. അവസാനം നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു ഞാൻ പറയാം. അപ്പം നമ്മൾ ഒരു പോയിന്റിലായപ്പോൾ പിന്നെ എന്തായി, നമുക്കാണെങ്കിൽ നമുക്ക് ലൈം ലൈറ്റ് വരണം. നമുക്കങ്ങനെ വെറുതെ ചെറിയ കളിക്കുന്നവരല്ല, ഇനി വലിയ കളികളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യണം. നമുക്കല്ലായിരുന്നെങ്കിൽ ഈ ഒരു സർവീസ് ലൈനിൽ പോയിരുന്നെങ്കിൽ സഫീഷ്യൻ്റ്ലി ഒരു ചെറിയ പതുക്കെ രീതിയിൽ ബിൽഡ് ചെയ്യാം. പക്ഷെ നമുക്ക് പതുക്കെ പോരല്ലോ, നമുക്ക് പേഷ്യൻസ് ഇല്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ലൈം ലൈറ്റിൽ പോകണം, പെട്ടെന്ന് ബില്ലിനിയേഴ്സ് ആവണം, ആ ഒരു സാധനമാണ്. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്തും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ളൊരു പ്രധാന കാരണം സുനിൽ ഹണ്ട തന്നെയാണ്. സുനിൽ ഹണ്ട അതിൻ്റെ എതിരെയായിരുന്നു. സുനിൽ ഹണ്ട കണക്ട് ചെയ്ത് തന്ന ഒരാൾ, അയാൾ നമ്മളൊരു വലിയ VC ഫണ്ടിൻ്റെ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്ത്, ഹെഡുമായിട്ട് കണക്ട് ചെയ്ത്. പുള്ളിക്കെന്ന് വെച്ചാൽ ഈ മറ്റേ 1 മില്യൺ എന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ല, എടുത്തോ, അങ്ങനത്തെ ഒരു സാധനമാണ്. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടല്ലോ, നിങ്ങൾ കൊള്ളാം, എനിക്ക് നിന്റെ ചിരി ഇഷ്ടപ്പെട്ടു, എടുത്തോ, ആ ഒരു അങ്ങനെയുള്ള. അങ്ങനെ ഒരു മാസത്തിലൊരു 10 എടുത്ത് കാശിട്ട് നോക്കേണ്ടി വരും. പുള്ളിക്ക് അങ്ങനെ കുറേ കാശുള്ള ആൾക്കാരുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാത്ത കുറേ കാശുണ്ട്, എടുത്തോ, ആ ഒരു സാധനം. ഒരു 10 സ്ഥലത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരുത്തം നന്നായി മതി, പുള്ളിക്ക് 10-fold ചിലപ്പോൾ തിരിച്ചു കിട്ടും. അതെ. ആൻഡ് ഓൾറെഡി ഇവർ കുറേ കാശ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതേപോലെ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരത് സേഫായി അതിൻ്റെ ഇൻകത്തിൽ ഇവർ കംഫർട്ടബിളി ജീവിക്കുന്നുണ്ട്. ഇവർക്കൊരു 100 കോടി നഷ്ടപ്പെട്ടാലും വലിയ സീനില്ല എന്ന്. ഇതൊക്കെ കറക്റ്റ് ആൾക്കാർ വരി അവിടെ എത്തുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ഒരു സ്ഥലത്തോട്ട് ആക്സസ് കിട്ടുക എന്നുള്ളതാണ് ഒരു ചാലഞ്ച്. അതെ, അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ലേബൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ IIM പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫാക്കൽറ്റി ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിനെപ്പറ്റി ഒരുപാട് ക്ലാരിറ്റി ഉണ്ടെന്ന്. ആൾക്കാർ വിചാരിക്കും നമുക്കിതിനെപ്പറ്റി ഒരു വളരെ ബോധമുണ്ട്, നമ്മളിതിനെപ്പറ്റി വളരെ പാഷനേറ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നൊക്കെ ഒരു ആൾക്കാരെ മേക്ക് ബിലീഫ് അല്ലേ. അതെ, ആൾക്കാരെ കൊണ്ട് നമുക്ക് മേക്ക് ബിലീഫ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി, നമ്മൾ ഹോസ്പിറ്റൽസുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, നമ്മൾ എക്വിറ്റി കൊടുത്ത് ഡേറ്റ എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ എന്തൊക്കെയോ നമ്മൾ തോന്നണയൊക്കെ ചെയ്യാണ് നമ്മൾ. അങ്ങനെ അവസാനം നമ്മൾ ഫണ്ട് റേസ് ചെയ്തു. നമ്മൾ 2.5-3 കോടി റേസ് ചെയ്തു. വിറ്റെന്ന് വെച്ചാൽ ചുമ്മാ ദീപ് വിചാരിച്ച 3 കോടി
കേക്ക് ഇന്ത്യൻ ആണ് തുടങ്ങുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു അങ്ങനെ വന്നപ്പോൾ നമുക്കപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റായി. ആദ്യം നമ്മുടെ ബിസിനസ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ കുറേ കാശ് വേണം. കാരണം അത് FDA അപ്രൂവലൊക്കെ കിട്ടണം. ഒരു ഒരു മെഡിക്കൽ ഡിവൈസ് മാർക്കറ്റിലെത്തണം. US മാർക്കറ്റിലെ കാശുള്ളൂ, ഇന്ത്യ മാർക്കറ്റിലെ കാശില്ല. ഇന്ത്യക്കാർ ജീവന് വിലയില്ലെന്നല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, ഈ അൽഗോരിതം നിങ്ങളെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കും, ഡോക്ടേഴ്സിനെ കുറച്ചുകൂടെ എളുപ്പമാക്കും. അത് ഈ ഹോസ്പിറ്റൽക്കാർക്ക് താല്പര്യമില്ല. മനസ്സിലായില്ലേ? അവർക്ക് എന്ന് വെച്ചാൽ അവരോടെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറിന് ഒരു 2 മണിക്കൂറും കൂടെ വർക്ക് ചെയ്യിപ്പിച്ചാൽ പോലെ. പക്ഷെ അമേരിക്കയിൽ അതല്ല കേസ്. അമേരിക്കയിൽ ഒരു ഡോക്ടറിനെ 2 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അവന് ഓവർ ടൈം ഡബിൾ പേ ചെയ്യണം. പിന്നെ ഇന്ത്യയിൽ ലേബറും ഭയങ്കര ചീപ്പാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്കൊരു റേഡിയോളജി MR ഇമേജ് തരുവാണെങ്കിൽ ഞാനത് 3D റീകൺസ്ട്രക്ട് ചെയ്ത് തരാം AI ഉപയോഗിച്ചെന്ന് പറയുകയാണെങ്കിൽ അതിലെനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ടെക്നോളജിസ്റ്റ് 15,000 റുപ്പീസിന് കൊടുത്താൽ അയാൾ ചെയ്തു തരും. മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും അൽഗോരിതവും ഇത്രയും വലിയ ടെക്കും ബിൽഡ് ചെയ്തത് ഉണ്ടാക്കിയിട്ട് എനിക്കതിൽ ലാഭകരമായിട്ട് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്തത് ഇവർക്കൊരു ബെറ്റർ ചീപ്പർ ഓൾട്ടർനേറ്റീവ് ചീപ്പർ ലേബർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇയാൾക്ക് മാസം 10,000 രൂപ കൊടുത്ത് ഇയാൾ ഒരു 30 എണ്ണം ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ആ ചീപ്പ് ലേബറുമായിട്ട് കമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്നും വിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവർ കാശ് തരൂല. ഇവർ വലിപ്പീരിൻ്റെ ഇന്ത്യയിൽ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഒരു സാധനം വിൽക്കണമെങ്കിൽ അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കൂടുതൽ കാശുണ്ടാക്കാം. അതിൽ നിന്നൊരു ഷെയർ നമുക്ക് തരാം. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യമുള്ളൂ. അതായത് നമ്മൾ അവർക്കൊരു പുതിയൊരു സാധനം കൊണ്ടുപോയി കൊടുത്തു. നിങ്ങളിപ്പോൾ എന്തായാലും കസ്റ്റമറിൻ്റെ നിന്ന് 3 ലക്ഷം അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഒരു 3,10,000 കൂടെ അടിക്കാം. ആ 10,000 വരെ അടിക്കുന്നതിൽ ഒരു 2,000 രൂപ ഇങ്ങോട്ട് തരുന്നതല്ലാതെ നമ്മൾ അവരുടെ അടുത്ത് പോയി പറയാണ് നിങ്ങളിപ്പോൾ 3 ലക്ഷം രൂപ ക്ലയൻറ്റിൻ്റെ നിന്ന് മേടിച്ച് ക്ലയൻറ്റിനെ സർവീസ് ചെയ്യാൻ നിങ്ങൾ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കും. പക്ഷേ ഞാനൊരു സാധനം തരാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് 1,40,000 രൂപയ്ക്ക് സെയിം സർവീസ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾക്ക് ഇന്ത്യയിൽ മാർക്കറ്റേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ ചൂഷണം ചെയ്യാം. റിസോഴ്സസ് ഭയങ്കര ചീപ്പാണ്. ഹോസ്പിറ്റലിൽ തന്നെ എക്സ്ട്രീംലി ചീപ്പ് ചൈനീസ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ലെവലിൽ ചീപ്പിലാണ് ചൈനയിൽ നിന്ന്. ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റേ US അവർ ഒരു ലെവൽ ക്വാളിറ്റിയൊക്കെ നോക്കും. മനസ്സിലായില്ലേ? സാധനം ആ ഒരു സാധനമുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. ചീപ്പറായിട്ട് കൊടുക്കുന്നതിൻ്റെ സാധനമൊക്കെ എടുത്ത് വെച്ച് കളയും. മരിക്കട്ട് പുല്ല് അങ്ങനത്തെ ഒരു സാധനമാണ്. എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും രണ്ടും വർക്ക് ചെയ്യാനും ആൻഡ് ഓൾസോ സെല് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്പേസാണ്. കാരണം ഈ 2 സ്പേസിലും ഈ നടത്തണവന്മാരിരുന്ന് കുണയ്ക്കും. അതായത് ഞാൻ മറ്റേ സന്യാസിയാണ്, നാട്ടുകാരെ പഠിപ്പിക്കണം, നാട്ടുകാരുടെ ആരോഗ്യമാണെന്ന് പറഞ്ഞാലും ഇവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഈ നമ്പേഴ്സിൻ്റെ പിടുത്തത്തിൽ പിടിച്ചിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പോയി ആസ് എ സെയിൽസ്മാനോ ആസ് എൻ എംപ്ലോയി പോയി കൂടുതൽ കാശ് കൊടുക്കുമ്പോൾ ഇവരൊന്ന് കുണയ്ക്കും. എന്തോന്ന് കുണയ്ക്കും? നാട്ടുകാർ നമ്മുടെ നഷ്ടത്തിലാണ്, നല്ലതിന് വേണ്ടിയാണ് ചെയ്യണമെന്നൊക്കെ പറയുമെങ്കിലും ഇവന് നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്. കാരണം ഇവൻ പോണ കാറും ഇവൻ്റെ വീടും നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഈ സ്കൂളും അതാണ്. ഈ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷനും ഒരു ലെവലിൽ ഇത് ബിസിനസ്സാണോ ഇന്ത്യയിൽ? പിന്നെ ആ ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാമല്ലോ. അതായത് ഇന്ത്യ അത്രയും കോർപ്പറേറ്റ് അല്ല. ദാറ്റ് അല്ല ഞാൻ പറഞ്ഞിരുന്ന പറയുന്നത് ഇവർ പക്കാ ബിസിനസ്സുകാരാണ്. പക്ഷേ ഇവരത് സമ്മതിക്കില്ല. അപ്പം ഇപ്പോൾ സ്കൂളിലൊക്കെ അതുകൊണ്ടാണല്ലോ സ്കൂളിലെ ടീച്ചർമാർ നഴ്സുമാർക്കാണ് ഏറ്റവും ഒരു അണ്ടർപെയ്ഡാണ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നത് എന്താണ്, ഈ ജോലിയിൽ നിങ്ങൾ സർവീസാണ് ചെയ്യുന്നത്, സേവനമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സേവനത്തിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കാശും വേണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റാണ്. പക്ഷേ ഈ മൈൻഡ് സെറ്റ് അല്ല ഈ ബിസിനസ് നടത്തുന്ന ആൾക്ക്. അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഞാനാണെങ്കിൽ പല ഹോസ്പിറ്റൽ ചെയിനിൽ ഭയങ്കര ഈ ഒരു നോബൽ ആയിട്ട് ഇമേജ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുള്ള ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയാൽ എക്സാക്ട്ലി ഒരു ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ്. അവരുടെ
എൻ്റെ ഒരു സാധനം അവരുടെ ഹോസ്പിറ്റലിൽ ഇറക്കണമെങ്കിൽ ഞാനിതിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരിറക്കൂല. എൻ്റെ കമ്പനിയിൽ എക്വിറ്റി കൊടുത്താലേ ഇറക്കുള്ളൂ. മറ്റേ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂ പറയില്ല, ഞാൻ എന്തിനു തരണം, എനിക്ക് എക്വിറ്റി ഉണ്ടോ നിങ്ങളുടെ കമ്പനിയിൽ. ആ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അണ്ടർപെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, എന്താണെന്ന് വെച്ചാൽ ഇതിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്തും കുറച്ച് വീക്കാണെന്ന് തോന്നുന്നത്. അതായത് ഇവർക്ക് പെട്ടെന്ന് പറയാം അതായത് നഷ്ടത്തിലാണെന്നുള്ള. പക്ഷേ ഇതൊന്നും ഒരു നഷ്ടത്തിൽ നടക്കുന്ന ബിസിനസ്സല്ല. സ്കൂളായാലും ഹോസ്പിറ്റലായാലും അവർ ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട്. അതവർ ഇങ്ങനെ കൊണ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് തരാതെ ഇരിക്കുകയാണ്. അപ്പം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. US ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു 20-30 മില്യൺ ഡോളറെങ്കിലും വേണം. എനിക്ക് ഈ ഹ്യൂമൻ ട്രയൽസ് ഒക്കെ ചെയ്ത് FDA കഴിഞ്ഞ് ഇറക്കാൻ 7-8 വർഷം എടുക്കും. അതും എനിക്ക് കുറേ ഡോക്യുമെൻറ്റേഷൻ വേണം, എനിക്ക് അത്രയും ഡേറ്റ, അതൊക്കെ ഭയങ്കര കാശാണ്, എക്സ്പെൻസാണ്. ആൻഡ് ഓൾസോ നമ്മൾ സെലക്ട് ചെയ്ത ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര നീഷാണ്. നമ്മൾ ബേസിക്കലി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പേ അവർ ലിവറിൻ്റെ ഇത്ര ശതമാനം എടുക്കാവുള്ളൂ എന്നുണ്ട്. ബാക്കി ലിവർ കീപ്പ് ചെയ്യണം. കാരണം ലിവർ റീജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണല്ലോ. അപ്പോൾ ബേസിക്കലി അവരെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ അത് സ്കാൻ എടുത്തിട്ട് അവരതിൻ്റെ ഒരു 3D വോളിയം എടുത്തിട്ട് അവർ സർജറി പ്ലാൻ ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ലിവറിൽ ഇപ്പോൾ ഫാറ്റി ലിവർ അങ്ങനെ അഫക്റ്റഡ് ഭാഗങ്ങൾ എടുക്കുമ്പം അവരുടെ ഒരു മാത്ത് എന്ന് പറഞ്ഞാൽ ഒരു 60% കീപ്പ് ചെയ്യണം, അതിൻ്റെയും കാട്ടി കൂടുതൽ എടുക്കരുത്. അപ്പോൾ അവർക്ക് ആ എക്സാക്ട് നമ്പറും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മളുണ്ടാക്കിയത്. ഓക്കെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1500 ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിയേ നടക്കുകയുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഭയങ്കര ചെറുതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ എഗൈൻ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പോലത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, 2 ദിവസത്തെ വർക്ക്ഷോപ്പ്. അതിൽ പോയപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, അപ്പോഴാണ് നമ്മൾ മാർക്കറ്റ് സൈസൊക്കെ, നമ്മൾ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് വർഷം മാക്സിമം എത്ര റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഇത് ആക്ച്വലി ഒരു ടെക്നോളജിസ്റ്റ് ഭയങ്കര ചീപ്പായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ചിലപ്പം ഇതിൽ ഒരു സാധനത്തിന് 2000 രൂപയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. 2000 വെച്ചിട്ട് ഇന്ത്യയിൽ ആകെ നടക്കണ 10,000 എത്ര ഭയങ്കര കുറവ് ലിവർ ട്രാൻസ്പ്ലാന്റ്. ഇത് വെച്ചിട്ട് എനിക്ക് വർഷം 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു 5 ആൾക്കാർക്ക് ഞാൻ മാസം 12-13 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ടോട്ടൽ സാലറി ആയിട്ട്. അപ്പോൾ ഇതൊരു പൊട്ട ബിസിനസ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നു എന്ന് വെച്ചാൽ അതാണ് ആ ഒപ്റ്റിമിസം സാധനമാണ്. നമ്മൾ ശരിക്കും നോക്കില്ല, നമ്മൾ ഫുൾ ഈ ഇൻ്റർനെറ്റിൽ പോയിട്ടുള്ള സെർച്ചിങ് ആണ്. എത്ര ലിവർ ട്രാൻസ്പ്ലാന്റ് ഭാവിയിൽ ഭയങ്കര ചീപ്പാവും. കാരണം എന്ന് വെച്ചാൽ പുതിയ ടെക്നോളജി വരുന്നുണ്ട്, അല്ലെങ്കിൽ ലിവർ ഡിസീസസ് വളരെയധികം വളരുന്നുണ്ട്. അപ്പോൾ 2030 ഇത്രയും ലിവർ സർജറി കേരളത്തിൽ മാത്രം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം കറക്റ്റ് അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു 7 വർഷം ബാക്കിലാണ് ശരിക്കുമുള്ള ലോകം ഓപ്പറേറ്റ് ചെയ്യുന്നത് ടെക്കിലിരിക്കുമ്പോൾ. ഓക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇൻവെസ്റ്ററിനാണെങ്കിൽ ഇതൊരു എമൗണ്ടേ അല്ല. ഈ $350,000 എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ചുമ്മാ ഈ മറ്റേ ചാരിറ്റിക്കൊക്കെ വെറുതെ നോക്കിയപ്പോൾ ഒരു പട്ടി ഷെൽട്ടറൊക്കെ ഉണ്ട്, പുള്ളി ചുമ്മാ തരും, അത്രയും കാശ് എടുത്തോ നന്നാവട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യുക, ന്യൂസിൽ വരിക, നമ്മളൊരു സാധനം ചെയ്യണമെങ്കിൽ 10 പേര് അറിയണമല്ലോ. മറ്റേ CID കുറച്ച് ഓവറായാലും ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ ഇൻറ്റൻഷൻസ് ഇതൊരു നല്ല ബിസിനസ് ബിൽഡ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മളുടേതാണോ നിന്റെ എന്നുള്ളതാണോ? നിന്റെ ഞാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യുമല്ലോ. ഞാൻ എൻ്റെ ഒരു ആശയം എൻ്റെ ആശയമാക്കാതെ. അപ്പോൾ അങ്ങനെ ക്ലാഷുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു ആശയപരമായി? ഉണ്ടാവുമായിരുന്നു. പിന്നെ ക്ലാഷുകളുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഫണ്ടമെൻ്റലി ഫ്രണ്ട്സ് ആണല്ലോ, അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ ഈ എംപ്ലോയീസിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പറയുന്നല്ല ഒരാഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാനൊരു വിഷണറി ആണല്ലോ. അപ്പോൾ ഞാൻ പുതിയൊരു ആർട്ടിക്കിൾ വായിച്ച് അത് ചെയ്യണം എന്നുള്ളൊരു. അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എംപ്ലോയീസിന് മനസ്സിലാവും, അതായത് ഇയാൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഇയാളെ വിശ്വസിച്ച് എൻ്റെ കഴിഞ്ഞ ജോലി കളയുകയും ചെയ്ത് ആ ഒരു സാധനം അടിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതുപോലെ ഒരു വലിയ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവർ നമ്മൾ അവസാനം റേസ് ചെയ്ത ഇൻവെസ്റ്റർ അവരാദ്യം പറഞ്ഞ് നിങ്ങളുടെ ബിസിനസ് ഐഡിയ അത്ര പോരാ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് ഐഡിയ മനസ്സിലാവാത്തതുകൊണ്ടാണ്, നമ്മൾ വിഷണറീസാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ചെയിനുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അവർ പറഞ്ഞ് അവർ ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഈ ഒരു സാധനം ബിൽഡ് ചെയ്യും. ബേസിക്കലി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അതാണ് അത്രയും നാൾ നമ്മളിങ്ങനെ ഒരു 4-5 പേരെ പറയുമ്പോൾ എല്ലാവരും റിജക്ഷനാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് പോകുന്നു എന്ന് കാണുമ്പോൾ, അതായത് നമ്മൾ ഡീല് ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും വന്ന് വിളിച്ചു ശരി നമുക്ക് ചെയ്യാം, നമുക്ക് ഈ ഡീൽ എന്നുള്ളൊരു സാധനം. കാരണം ആർക്കേലും ഉറപ്പായാൽ സാധ്യതയുണ്ട്, ആരോ എന്തോന്നോ കണ്ടു എന്നുള്ളൊരു അർത്ഥമാണ്. മറ്റേത് ഇവരിങ്ങനെ നമ്മൾ പറയിപ്പിച്ച് അഗൈൻ സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിലും ആൾക്കാർ നോ പറയൂല, അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവരൊരിക്കലും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയില്ല. അവർ പറയും ഈ ഒരു ഇഷ്യൂ ഉണ്ട്, അത് റിസോൾവ് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എനിക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഇത് പോസിബിൾ ആണോ എന്നുള്ള ഇതൊന്ന് വാലിഡേഷൻ കിട്ടുന്നവരെ തട്ടിക്കൊണ്ടിരിക്കും. അതെ 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 അതെ. പക്ഷെ നമ്മൾക്ക് ആരെങ്കിലും ഞാൻ ഇപ്പോൾ വിളിച്ചു പറയാണ് ഞാൻ ഇയാളുമായിട്ട് വർക്ക് ചെയ്യാൻ പോകണം, ഡീല് സെറ്റായെന്ന് പറഞ്ഞാൽ പറയും നമ്മൾ അന്നേ നീ അന്ന് കഫേയിൽ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നീ ഇരുന്നാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മറ്റേയാൾ ഭയങ്കര എന്ന് വെച്ചാൽ മറ്റേയാൾ ബേസിക്കലി നമ്മുടെ കമ്പനിയിൽ ഒരു മെജോറിറ്റി സ്റ്റേക്ക് എടുക്കും, ബേസിക്കലി നമ്മളെ എംപ്ലോയി ആക്കും എന്നുള്ളൊരു ലൈനായിരുന്നു അയാളുടെ ലൈൻ. അതാണ്, വേറെ ആരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾ മെജോറിറ്റി സ്റ്റേക്ക് എടുത്ത് അത് കഴിഞ്ഞാൽ തീരുമാനം നമ്മുടെ കയ്യിലല്ല, ഒന്നുമല്ല. അങ്ങനെയായിരുന്നു മറ്റേ ഡീല്. പക്ഷേ ഈ ഡീലിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. നമുക്കൊരു ഇക്വലൻ്റ് എമൗണ്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഇത്രയാണ്, ഓക്കെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഡീല് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് 2.5 കോടി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളവരപ്പം തന്നെ കാശ് തരും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു 4-5 മാസം ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മളൊരു കമ്പനി തുടങ്ങുമ്പം നമ്മളൊരിക്കലും ബോർഡ് മീറ്റിംഗ് അങ്ങനെ കുറേ ഒരു കോർപ്പറേറ്റ് കംപ്ലയൻസ് സാധനമുണ്ട്. ഇതൊന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ല. നമ്മൾ ഇപ്പോൾ ഒരു വെണ്ടറുമായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബില്ല് മേടിക്കില്ല, അവരുമായിട്ട് അഗ്രിമെൻറ്റ് സെറ്റാക്കില്ല. അപ്പോൾ ബേസിക്കലി ഫണ്ട് തരുന്നതിന് മുമ്പേ ഇവരൊരു ലീഗൽ ടീമിനെ ഇറക്കും, ആ ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം. എന്നിട്ട് ഇവർ വന്നിട്ട് ഡ്യൂ ഡിലിജൻസ് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ ഫുൾ റെക്കോർഡും കോൺട്രാക്റ്റും സാധനമൊക്കെ പഠിക്കും. എന്നിട്ട് ഇവരൊരു 400 പോയിൻറ്റ്സ് പറയും, നിങ്ങൾ ആ ഡീൽ ചെയ്തതിൻ്റെ റെസീപ്റ്റ് എവിടെ, നിങ്ങൾ ഇത് ചെയ്തതിൻ്റെ അതെവിടെ. കാരണം നമ്മൾ കമ്പനി നടന്നത് നമ്മളങ്ങനെ പ്രോപ്പർലി ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യൂല. നമ്മളല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ പാസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ മിനിറ്റ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ വേണമല്ലേ? ഇതൊക്കെ വേണം. അപ്പോൾ ഒരു തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി കോർപ്പറേറ്റ് ഒരു സാധനമായിട്ട് മാറും. ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡിലിജൻസിന്റെ ഫീസ് അവരോട് മീറ്റ് ചെയ്യാൻ പറയണം, അതിന്റെ പ്രോസസ്സ് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. നമുക്കല്ലേ ആവശ്യം. അപ്പോൾ സാധാരണ നമുക്ക് കിട്ടിയ ഇത്രയും കാശ് എമൗണ്ട് നമുക്ക് ഒരുമിച്ചല്ല കിട്ടിയത്, നമുക്ക് 3 മാസം മൈൽ സ്റ്റോൺസ് വെച്ചിട്ടാണ് കിട്ടണം, മനസ്സിലായില്ല? അപ്പോൾ ബേസിക്കലി ശമ്പളം പോലെ തന്നെ. ഇത് എൻ്റെ മാത്രം ശമ്പളമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നെ വിശ്വസിച്ചൊരു 15 ആൾക്കാരുടെയും കൂടെ ശമ്പളമാണ്. അപ്പോൾ ഇവർ പറയണം നമുക്ക് കേട്ടാലേ പറ്റും. ബേസിക്കലി ഒരു ലെവലിൽ നമ്മൾ അവരുടെ ഹണ്ട പറഞ്ഞാണ് കറക്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യണത് ഒരു ലെവലിൽ നമുക്ക് പക്ഷേ അത്രയും എക്വിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്സൈഡ് ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ ഇൻവെസ്റ്റർ എൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനത്തെ ഒരാൾ വന്നിട്ടുണ്ട്, ഇയാളെ പോയി മീറ്റ് ചെയ്യും. എനിക്കറിയാം ഇയാളെ പോയി മീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നുള്ളത്, പക്ഷേ എനിക്ക് പോയി മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ജോലി പോലെ തന്നെ എന്ന് വെച്ചാൽ അതാണല്ലോ ജോലി, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ ജോലി. അപ്പോൾ ആ ജോലി പോലെയാവും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പം ഇൻവെസ്റ്ററിന് മനസ്സിലായി നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല എന്താണെന്നുള്ള. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് 3 മാസത്തിൽ അടുത്ത ഫണ്ട് കിട്ടണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാലറി ഒന്നും കൊടുക്കാൻ കാശില്ല. അപ്പോൾ പിന്നെ അവർ നമ്മളെ കൊണ്ട് വേറെ കുറേ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കും, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ റിപ്പോർട്ട് ഭയങ്കര പണിയെടുപ്പിക്കൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ ഇനി പുതിയ നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ ഇതാണ് എന്ന് പറയും. അത് നമ്മൾ ഈ ഫണ്ട് കിട്ടണതിൻ്റെ 2 ആഴ്ച മുമ്പെയാണ് പറഞ്ഞത്. മറ്റേത് വർക്കാവില്ല. പക്ഷെ പുതിയതായിട്ട് നമ്മൾ വേറെ ബ്രെയിനിൻ്റെ അകത്തൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ബ്രെയിനിൻ്റെ MRIയിൽ നിന്ന് നമുക്കിത് പറയാം. അപ്പോൾ അവർ പിന്നെ ഇതിനെത്രയാണ് മാർക്കറ്റ് സൈസ്, ഇത്രയാണ് മാർക്കറ്റ് സൈസ് എന്ന് കണ്ടുപിടിച്ചിട്ട് വരും. എന്നിട്ട് ഇത് നിങ്ങളൊരു 4-5 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ഡോക്ടറിന് വാലിഡേഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇതിൽ മാർക്കറ്റ് ഇതുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ നിങ്ങളിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഈ ചാനൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ, അതായത് ഞാൻ ഇങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ
ഞാനാണെങ്കിൽ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് നിങ്ങളൊരു ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ കൊണ്ടുവരണം. ഇത് നിങ്ങൾക്ക് എത്ര നാൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടൈം ലൈൻ നിങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ പറയും. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അടുത്ത സെറ്റ് കാശ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 മാസം പണിയെടുക്കൂല. എന്നിട്ട് 2 ആഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ്. അപ്പം ബേസിക്കലി ജോലി പോലെ ആയി ഒരു സാധനം. അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പം ഞാനാണ് ബിസിനസ് കോ ഫൗണ്ടർ ഇതിൽ. അപ്പോൾ ഇവർ പറഞ്ഞു ഇവന് ബിസിനസ് ചെയ്യാൻ അറിഞ്ഞൂടാ, ഇൻവെസ്റ്റർ ഇവനെ കൊണ്ട് പറ്റൂല, നിങ്ങളൊരു സീനിയർ ബിസിനസ് കോ ഫൗണ്ടറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈഗോ അടിച്ച് ഞാൻ പറഞ്ഞു മയില് ഞാൻ ഇതല്ലേ എന്നെ ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ ചെയ്യാമെന്നല്ലേ പറഞ്ഞു, നിങ്ങൾ ഇന്നൊന്ന് വിശ്വസിക്കുക. അവരൊന്നും ഇല്ല നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഒരു 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതിലെന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളിപ്പം 2-3 ഫണ്ട് മേടിച്ച് ഒരു പ്രോഗ്രസ്സും ഇല്ല, നിങ്ങൾ റവന്യൂയുടെ പാത്തിലേ അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നിങ്ങളെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു. സത്യം പറഞ്ഞു. അവസാനം പിന്നെ നമ്മൾ സമ്മതിച്ച്. അയാൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോർപ്പറേറ്റ് പോലെ രാവിലെ 10 മണിക്ക് പോകണം, പണിയെടുക്കാൻ പറയുന്നു. ഇതിനൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് പണിയെടുത്താൽ പോലെ. അപ്പം പിന്നെ എനിക്ക് പിന്നെ മനസ്സിലായി ഇത് മയിലിനി നിന്നിട്ട് കാര്യം, എനിക്ക് 5 കോടി വേണ്ട, എനിക്ക് സമാധാനം മതി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ ആയപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു 3.5 കോടിയിൽ നമ്മളൊരു 1.5 കോടി സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്ററിനെ സഫീഷ്യൻ്റ്ലി വെറുപ്പിച്ചു. ഇൻവെസ്റ്ററിന് ബേസിക്കലി നമുക്ക് അപ്പോൾ നമ്മളൊരു ഭയങ്കര, ഞാൻ പറഞ്ഞില്ല നമുക്ക് കുറേ കാശ് വേണം മാർക്കറ്റിലെത്താൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി റേസ് ചെയ്ത കാശിൽ നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റർ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യൂല എന്നൊരു പോയിന്റിലെത്തി. അതായത് നമ്മളിനി അടുത്ത റൗണ്ടിൽ നമ്മൾ റേസ് ചെയ്യുവാണെങ്കിൽ തന്നെ അവർ പറഞ്ഞ് കമ്മിറ്റ് ചെയ്ത കാശ് തരാം, പക്ഷെ നിങ്ങൾ ഇനി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല എന്നുള്ളൊരു സാധനം. അങ്ങനെ ഒരുപാട് പ്രശ്നം എന്താ വെച്ചാൽ വേറെയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യൂല. കാരണം നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തൊരു ഇൻവെസ്റ്റർ ബാക്കൗട്ട് ചെയ്തു, അവർക്ക് ഈ ഐഡിയയിൽ ബിലീഫില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആ ബിസിനസ് അയാൾക്ക് 4.5 ലക്ഷം രൂപയായിരുന്നു മാസം അയാളുടെ ശമ്പളം. അയാളെയൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഞാനും പിന്നെ ഇറങ്ങി, കാരണം അവിടെ കാശെടുക്കാനില്ല. പിന്നെ ഈ കാശ് വെച്ചിട്ട് കുറേ നാൾ ടെക്ക് ബിൽഡ് ചെയ്തുള്ള ഡേറ്റയൊക്കെ വെച്ച് ബിൽഡ് ചെയ്ത് കുറച്ച് പ്രോഡക്റ്റൊക്കെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇത് അക്യുഹയർ സാധനം, അതായത് ഇതെങ്ങനെയെങ്കിലും ആൾക്കാർക്ക് വിൽക്കണം, ആരെങ്കിലും ടീം അക്വയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ. ആൻഡ് ടീം അക്വയർ ചെയ്യാൻ കുറേ പേര് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ടെക് ടീമായിരുന്നു. നമ്മൾ ഓൾറെഡി ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള വർക്ക് ഫ്ലോയും സാധനമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അക്വയർ ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കുറേ നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു കുറേ കമ്പനീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവസാനം ഒരു US കമ്പനി വന്ന് ടീമിനെ അക്വയർ ചെയ്തു. അങ്ങനെ പ്രോഡക്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ടോ? പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ബ്രാൻഡേ ഇല്ല ഇപ്പം. ചെറുതായിട്ട് ആ എക്വിറ്റി എക്സിറ്റ് കിട്ടും, പക്ഷെ അത്ര കിട്ടൂല. ഇല്ല, അവരിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കും എക്സിറ്റ് കിട്ടി. അവർ അത്യാവശ്യം നല്ല സാലറിക്കാണ് വർക്ക് ചെയ്യുന്നത്. അവരവിടുത്തെ സീനിയർ എംപ്ലോയി ആയിട്ട് ബേസിക്കലി അവർ ടീമിനെയാണ് ഹയർ ചെയ്തത്. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, നല്ല സാലറി കൊടുക്കുന്നുണ്ട്. അതായത് US ബേസ്ഡ് സാലറി. അതെ, ബേസിക്കലി അതാ. പക്ഷെ എനിക്കാണെങ്കിൽ പിന്നെ ആ ഒരു സ്പേസ് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു B2. പിന്നെയാണ് സ്റ്റാൻഡപ്പ് ഒക്കെ വരുന്നത്, എൻ്റെ ഫോക്കസ് മാറി. ഇനി സ്റ്റാൻഡപ്പിൽ നിന്നും 5 കോടി. അതെ, സ്റ്റാൻഡപ്പിൽ നിന്ന് അതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു പോയിന്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെ മിനിമം പണിയെടുത്ത് മാക്സിമം കാശുണ്ടാകും, ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ജോലി തന്നെയാണ് ബെസ്റ്റ്. മിനിമം പണിയെടുത്ത് ജീവിക്കണ ഏറ്റവും ബെസ്റ്റ് ജോലിയാണ്. കാരണം മാസാവസാനം ശമ്പളം വരും. നമ്മൾ അൺലെസ് ഭയങ്കര പാഷനേറ്റായിട്ട് പണിയെടുക്കാൻ റെഡി അല്ലെങ്കിൽ ഇതേപോലത്തുള്ള സാധനങ്ങളൊന്നും ചെയ്യരുത്. കാരണം എനിക്കും പ്രശ്നം വന്നതാണ്, പണിയെടുക്കണോ, ഓഹോ എന്നാ ഞാൻ ജോലിക്ക് പോകണം എന്നുള്ളൊരു. റീസെന്റ് ഒരു കുറേ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടൊരു ഇന്ത്യക്കാരനുണ്ടായിരുന്നല്ലോ, 5 കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 5 കൂടുതലല്ലേ. ഇതില് നീ എക്സിറ്റ് ചെയ്തപ്പോൾ നിനക്ക് ചെറിയ എമൗണ്ട് കിട്ടി, പക്ഷെ കുറെ നാളിന് ശേഷം റീസെന്റ് നിനക്കാണെങ്കിൽ ഒരു പേയ്മെന്റ് ഇങ്ങനെ വന്നില്ല. ഞാനാണെങ്കിൽ 2018 നിന്ന് ഇറങ്ങിയല്ലോ, 2021 ഈ മറ്റേ കമ്പനി അക്വയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആദ്യം കിട്ടിയ കുറച്ച് എക്വിറ്റിയുടെ കുറച്ചൊരു എക്സിറ്റ് എമൗണ്ട് കിട്ടി. പിന്നെ എനിക്ക് രണ്ടാമത് കിട്ടിയുള്ളൂ, ആദ്യം ഒന്നും കിട്ടിയില്ല. കിട്ടിയില്ല.
അപ്പം നീ അത് കഴിഞ്ഞ് സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല, CCPയും വിറ്റും അല്ലാതെ? പിന്നെ ഞാൻ ആ സോക്സിന്റെ സാധനം കുറച്ച് ചെയ്തു, പക്ഷെ അത് ഞാൻ പിന്നെ കാശൊന്നും ഇറക്കിയില്ല. എനിക്ക് രണ്ടാമത് സോക്സിന്റെ സാധനം ചെയ്തപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാനൊരു റെക്കറിംഗ് പാസീവ് ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, ഞാൻ മാനുഫാക്ചററായി, എനിക്ക് ബ്രാൻഡ് ഒരു ഓർഡർ വരും, ഇവർ രണ്ടുപേരും സെല്ല് ചെയ്യുന്നു, ഞാൻ സൈഡിൽ നിന്ന് കാശ് മേടിക്കുന്നു, ചില്ല് ചെയ്യുന്നു, ആ ഒരു സാധനം. പക്ഷെ മേലെ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പോകില്ല. ഇൻവെസ്റ്റർ പോലെ ഞാൻ വെറുക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരില്ല. നമ്മൾ ഏറ്റവും ഞാൻ കണ്ടിരിക്കുന്നതിലുള്ള ഏറ്റവും ചില്ലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വണ്ടർവേൾഡ് മീഡിയ ആണ്. വണ്ടർവേൾഡിന് അത്ര കാശല്ലേ, ഇൻവെസ്റ്റിംഗ് ലെവലാണ്. ഇൻവെസ്റ്റിംഗ് ലെവൽ അനുസരിച്ച് കോടികൾ ഒഴുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ബേസിക്കലി ഈ ഒരു ബിസിനസ്സിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു ബ്രാൻഡ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. നമുക്കാണെങ്കിൽ തള്ളിരിക്കാനൊന്നും പറ്റൂല, കാരണം ഇതൊരു വളരെ മോഹവിലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പം നാളെ ഒരു വലിയ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 5000 രൂപയ്ക്ക് സ്റ്റാൻഡപ്പ് കോമിക്കിനെ കിട്ടുമല്ലോ അല്ലേ. സ്റ്റാൻഡപ്പ് അപ്പൊ നമ്മൾ പ്രീമിയം ആവണം. പ്രീമിയം ആയാലേ ആൾക്കാർ വിളിച്ച് 50,000 തരണം, അല്ലെങ്കിൽ 5 ലക്ഷം തരണം. അതെ അതെ, നമ്മൾ എന്നേലും നന്നാവുകയാണെങ്കിൽ ഇവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായിരിക്കും ഇവരുടെ പ്രതീക്ഷ അല്ലേ. ഞാനും ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും ഇപ്പം ഇവരെന്തിനാണ് നമ്മൾ ഓഫീസിൽ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിഷമം വരും. ഏറ്റവും മൂഞ്ചേറി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇയാള് വിളിച്ചിട്ട് ഹൗസ് ഓണർ വിളിച്ചിട്ട് പറഞ്ഞു റെന്റ് കൂട്ടി കിട്ടും. ഞാൻ പറഞ്ഞിട്ട് റിൻഷാദ് ഹോസ്റ്റലിലേക്ക് മാറണം, 4000 രൂപയ്ക്ക് ഫുഡ് അക്കോമഡേഷൻ കിട്ടുന്നതിൽ. റിൻഷാദ് അങ്ങനെ ജീവിക്കേണ്ട ആളാണോ? എന്നാ യുകെക്ക് പോട്ടെ. ഞാൻ ഫ്രാങ്ക്ലി എന്നെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ ബിസിനസ് ചെയ്യാൻ അത്ര നല്ല ആളല്ല. കാരണം ഒന്ന്, ഞാൻ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അടി ഉണ്ടാക്കും. അത് റിൻഷാദ് മനസ്സിലാക്കിയ 2024 ജനുവരി ലേറ്റ് ആയി. അത്ര സുഹൃത്തായിട്ട് നിനക്കത് മനസ്സിലായില്ലായിരുന്നു. ഞാനാണെങ്കിൽ പണിയായിരുന്നു. ഞാനും ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പണിയെടുക്കുന്ന കുറവാണ്. നമ്മളത് ആദ്യമേ മനസ്സിലാക്കിയായിരുന്നു. ദീപുവിനെ കണ്ട് 4ാമത്തെ മീറ്റിംഗ് എനിക്കത് മനസ്സിലായിരുന്നു. റിൻഷാദ് 2024 എത്ര വർഷം എടുത്ത്? ഇല്ല, നമ്മുടെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാം. അതല്ലേ ദീപുനെ നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ദീപ് നമ്മുടെ ഫ്രണ്ട് ആണെന്നുള്ള സ്റ്റേറ്റ് അത് നിന്നാ മതി. നമ്മൾ തീരുമാനമെടുത്ത് അങ്ങനെയാണ്. ഒരു ഫ്രണ്ടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ റിൻഷാ അല്ലേ? ഒരു കരിയർ കളഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന റിൻഷാ? റിൻഷാന് വേണ്ടിയാണ് നമ്മളത് അവസാനം തിരിച്ചറിഞ്ഞു. ഇതെല്ലാം അവരവർക്ക് വേണ്ടിയാണ്. ഞാൻ ജോലി കളഞ്ഞതാണെങ്കിലും റിൻഷാദ് UK വിട്ടതാണെങ്കിലും ഒക്കെ അവരവർക്ക് വേണ്ടി, അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി. അല്ലാതെ ആരും ആരുടെയും വാഗ്ദാനങ്ങൾ കേട്ട് മോഹിച്ചു വന്നതല്ല. അല്ല, we are following our own path. നമ്മുടെ ഡെസ്റ്റിനി ഇതാണ്, നമ്മുടെ പാത്ത് ഇതാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നടുക്ക് അങ്ങനെ ഒരു നമ്മൾ ഈ വിറ്റിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഒരു വളരെ ഒരു കാശ് ഗോളില്ല. എന്തില്ല? കാശ് കാശില്ലാത്തോണ്ടാണ്. കാശ് കിട്ടിയ വേണ്ടെന്ന് പറയൂ. നമ്മളൊരു ചെറിയ എമൗണ്ട് കിട്ടിയാൽ നമ്മൾ മിക്കവാറും ഹാപ്പി ആയിട്ട്. അത് നിന്റെ കയ്യിൽ വേറെ കാശുള്ളോണ്ടോ? 25,000 രൂപയ്ക്ക് ഒരു ഷോ ചെയ്താണല്ലോ. പിന്നെ ജോൺ 2 വർഷം വേണമെങ്കിൽ 25 മാസത്തേക്ക് വെറുതെ 25,000 രൂപ. ഞാൻ ഇനി പറയല്ലേ, ആ മനുഷ്യനാണെങ്കിൽ ദുബായിക്ക് ഒരു ഫ്രണ്ട് ഒരു ഷോയ്ക്ക് വിളിച്ച്, ആ മനുഷ്യൻ ഇവിടെ കോട്ട് ചെയ്യുന്ന റേറ്റ് ഇട്ട് അവിടെ കോട്ട് ചെയ്ത് കളഞ്ഞു. സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും വിദേശത്തൊരു ഷോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കോട്ട് ചെയ്യുന്ന ഒന്ന് നമ്മളത്ര എഫേർട്ട് എടുത്ത് അവിടെ വരെ പോകുന്നു. പിന്നെ അവിടുത്തെ കറൻസി നിലവാരം വ്യത്യാസം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അവനത് ഒന്നും നോക്കാതെ ഇവിടുത്തെ റേറ്റിന് തന്നെ അവിടുത്തെ റേറ്റും കോട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കുറ്റബോധം. ജോൺ ജോയും ബിസിനസ് നല്ലപോലെ മനസ്സിലാക്കുന്ന, ബിസിനസിനെ പറ്റി വളരെ നല്ല ഐഡിയ ഉള്ള, വളരെ സ്മാർട്ടായിട്ടൊരു വ്യക്തിയാണ്. പക്ഷെ അയാൾക്ക് ആ സെൽഫ് അവയർനെസ് ഉണ്ട്, പുള്ളി പണിയെടുക്കില്ല. അതാണ് പുള്ളിയുടെ താല്പര്യം. അതെ അതെ അതെ, അത് നല്ലൊരു. അതുകൊണ്ട് പുള്ളി ചുമ്മാ കുറെ പേരുടെ കാശ് മേടിച്ചുകൊണ്ട് പോയി കളഞ്ഞിട്ടില്ല അല്ലേ. പക്ഷെ ജോൺ ജോയുടെ കയ്യിൽ നിന്ന് കുറെ പേര് കാശ് മേടിച്ചുകൊണ്ട് പോയി കളയാറുണ്ട്. അതെ, ജോർജ് എന്തോ ഈ പറഞ്ഞ പോലെ ജോർജോട് ചോദിച്ചിട്ട് ജോർജോയുടെ കയ്യിൽ കാശില്ലെങ്കിൽ ജോർജ് കടം മേടിച്ചിട്ടായാലും കൊടുക്കും. അതെ അതെ, ജോൺജോ ഭയങ്കര നല്ലൊരു വ്യക്തിയാണ്. അത് ഇത് ഹണ്ടസാറ് മാത്രമല്ല, ജോർജോയോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ കടവന്തരയാണ് സ്റ്റാർട്ടപ്പ് വേണമെങ്കിൽ ജോൺജോന്റെ ജോൺജോ 5,000 10,000 പറ്റുന്ന എമൗണ്ട് വന്ന് നിങ്ങളെ സഹായിക്കും. വീടൊക്കെ പണം വെച്ചിട്ടാണ് പൈസ കൊടുക്കും. കാരണം കയ്യിലില്ലാന്നിങ്ങനെ പറയും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
ഈ ഒരു TV സെലിബ്രിറ്റിയുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ ഇവൻ ഫേമസ് ആണ്, ഇവനാണെങ്കിൽ ഇതാണ്, ഇവൻ എല്ലാ മാസവും മറ്റിടത്ത് പോയി 50,000 60,000 രൂപ എടുക്കുന്നുണ്ട്, പക്ഷെ കാശില്ല കയ്യിൽ വേറെ. വല്ലാത്തൊരു ജീവിതം. വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അത്യാവശ്യം നല്ല എപ്പിസോഡായിട്ട് പോയി. ഞാൻ സ്റ്റാർട്ടിങ് നമ്മളിങ്ങനെ ചുമ്മാ അത് പറഞ്ഞെങ്കിൽ നിന്റെ കഥയിലേക്ക് ഫോക്കസ് ചെയ്ത് അത് ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല എപ്പിസോഡായിട്ട് എനിക്ക് തോന്നുന്നു. ആ കഥ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനത് പറയിപ്പിക്കണം എന്ന് വിചാരിച്ച പണിയുടെ സമയത്ത് പറയുന്നതൊക്കെ ഇത് നന്നായി. ഇനി ഏത് സ്റ്റാർട്ടപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം. സോക്സിന്റെ മറ്റേ CCP വിറ്റ് ആ സാധനം വേണം, അത് അടുത്ത എപ്പിസോഡിൽ പറയാം. എങ്ങനെയാണ് എല്ലാവരും അത്യാവശ്യം നമുക്ക് ഇന്ന് പിള്ളേർക്കുള്ളതായിട്ടുണ്ട്. ആൾക്കാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം. എനിക്കവിടെ ബേസിക്കലി അതാണ്, ബിസിനസ് ചെയ്യണമെങ്കിൽ പണിയെടുക്കാനുള്ള മൈൻഡ് വേണം. നമുക്ക് 99ാമത്തെ എപ്പിസോഡിൽ ഇത് പറയാം. എന്തോന്ന് പണിയെടുക്കണം. CCPയുടെ വിറ്റിന്റെ കഥ. അതുപോലെ അനീസിക്കയുടെ അച്ചാർ പറയട്ടെ അല്ലെ, അനീസിക്ക് അച്ചാർ ചെയ്യണോ കേക്ക് ചെയ്യണോ കമന്റ് ചെയ്തത് വേറെന്താ ഓപ്ഷൻ അല്ല അബു. പക്ഷെ ബ്രാൻഡ് അനീസിക്കാണല്ലോ. ബ്രാൻഡ് ഞാനായിരിക്കും, അതിന്റെ പ്രൊമോഷൻ ഞാനായിരിക്കും. കാരണം ഇതിന്റെ ആദ്യ സമയത്ത് ഞാൻ നാരങ്ങ അരിഞ്ഞോണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ അതിനകത്ത് നാരങ്ങ അരിഞ്ഞോണ്ടിരിക്കുന്നത്. കാരണം അബു ഒരു സ്റ്റാഫിനെ വെക്കാനുള്ള നമ്മളതാ ഈ സ്റ്റാഫ് ഹയർ ചെയ്യുന്നതിന് മുന്നൊരു വേർഷനിലാണ് നമ്മളിരിക്കുന്നത്, നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പൊ അബുവൻ 2 ലോഡ് ചാക്ക് നാരങ്ങ ഇറക്കുന്നത്. ഇക്ക ഇന്ന് ലീവല്ലേ, ഞാൻ സിനിമ കാണാൻ വേണ്ടി ലീവ് എടുത്തിട്ടിരിക്കുക. ഇക്ക അരിഞ്ഞത് ഇപ്പൊ അരിഞ്ഞരിഞ്ഞ് എന്റെ കൈയൊക്കെ ഇങ്ങനെ നാരങ്ങ അരിയുന്ന വൃത്തിയായിട്ട്. ശരിക്കും അതിനൊക്കെ കട്ടിങ് മെഷീൻസ് ഒക്കെ വന്ന് അല്ലെങ്കിൽ ആളിനെ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെയാ അച്ചാർ കമ്പനിക്കാർ ചെയ്യേണ്ടത്. ഞാനിരുന്ന് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്റെ കൈയൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങി, തൊലിയൊക്കെ ഇളകാൻ തുടങ്ങി, കൈ വീർത്ത്. എന്നാലും വിടാൻ പറ്റും, അനീന്റെ ബിസിനസ് അല്ലേ. അതായിരുന്നു നാരങ്ങയുള്ള ടേസ്റ്റ് സാധനം. റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അനീസിക്കട കൈയാണ്. അതെ അതെ അതെ. സോ നമുക്കത് അതെല്ലാം മെഷീനാക്കി അടുത്ത് റൗണ്ട് ചെയ്ത് തൽക്കാലം കേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നതാണ്. അതെ അതെ അതെ. കേക്ക് അതാണ് നമ്മൾ ഈ ബിസിനസ് നോക്കുമ്പം ഇതേപോലെ മാർജിൻ ഉണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ മിൽക്ക് കേക്ക് നീ കഴിച്ചിട്ടുണ്ടോ? നമ്മള് മറ്റേ ക്രീമിനകത്ത് സോക്ക് ചെയ്തിട്ടുള്ള ക്രീമും കേക്കും കോരി കുടിക്കുന്ന അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് എന്റെ എനിക്കറിയുന്ന ലേമാൻസ് ടേമില് ഒരു മിൽക്ക് ക്രീമിനകത്ത് ഒരു മിൽക്ക് കേക്ക് ഇട്ടിട്ട് അതിങ്ങനെ കേക്കും ക്രീമും കൂടെ കോരി എടുത്ത് രസമായിരിക്കും അല്ലേ. ഇത് പത്തനംതിട്ടയിൽ മാത്രമേ കിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല ബിസിനസ് ആണ് ചെയ്യും പത്തനംതിട്ടയിൽ. നിങ്ങൾക്കാണെങ്കിൽ ഒരു റിക്കറിങ് ഒരു സാധനമാണ് കേക്ക്. ഇപ്പൊ പിഷാരടി കേക്ക് തുടങ്ങാൻ നല്ലൊരു സാധനം എന്ന് വെച്ചാൽ കേക്ക്. അതെ അതെ. എന്ന് വെച്ചാൽ പുള്ളിയുടെ കടയുടെ പേരെന്താ? കേക്ക് റീൽസ്. കേക്ക് റീൽസ്. അതെ അതെ. കേക്ക് ആൾക്കാർ വീണ്ടും വീണ്ടും മേടിക്കും. അതായത് അവർക്കൊരു ക്രേവിങ് വരുന്ന സാധനമാണ്, അഡിക്ഷൻ വരുന്നൊരു സാധനമാണ്. സിക്കയുടെ മിൽക്ക് കേക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെല്ലാ സാറ്റർഡേയും ചിലപ്പം ലഞ്ച് കഴിഞ്ഞാൽ ഒരു മിൽക്ക് കേക്ക് ഓർഡർ ചെയ്യും. അങ്ങനെ 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 അങ്ങനെ. കോഫി ലവേഴ്സ് ആണ്, ഞങ്ങൾ കോഫി കാരാമലും ചെയ്യുന്നുണ്ട്. അതെ. ഇത് എവിടെയാണ്? പത്തനംതിട്ട ടൗൺ ആണ്. സ്വിഗ്ഗി സൊമാറ്റോ പത്തനംതിട്ട ഇവിടെയൊക്കെ ഇതുണ്ട്, അവിടെ എല്ലാം കിട്ടും. ഇത് ഞാൻ ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോഴത്തേക്ക് ബിസിനസ് ക്ലോസ് ചെയ്യാം അല്ലേ? വേണ്ടിക്ക നമുക്ക് വേറൊരു അതൊരു സാധനമുണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു സാധനം ചെയ്താലും ഒരു 2-3 വർഷം എടുക്കും. അതൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഒരു സാധനം നമുക്ക് 2 ആഴ്ചയിൽ ഫിഗർ ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആക്ച്വലി അത് 2+1 3 വർഷം ടു മന്ത് 3 മാസം എടുക്കും. അങ്ങനെയാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഭയങ്കര എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ ആരോ തന്ന ഫോർമുലയാണ്. അതായത് ഒരു ഇത് കൂട്ടുക, യൂണിറ്റ് 1 കൂട്ടുക. അതായത് നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് 3 മാസത്തിൽ സെറ്റാവുന്ന വിചാരിക്കുകയാണെങ്കിൽ 3+1 4 മന്ത് ഇയർ 4 ഇയേഴ്സ് എടുക്കും എന്നുള്ളതാണ്. ആ ഒരു പെർസീവറൻസ് ഉണ്ടെങ്കിൽ ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതേപോലെ നമ്മളിപ്പോൾ സ്റ്റാൻഡപ്പിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്താലേ നമ്മൾ ഇതിൽ ഒരു ഫിനാൻഷ്യലി സക്സസ്ഫുൾ രീതിയിൽ എത്തുള്ളൂ. ഓൾസോ നമ്മൾ 100 കേക്ക് വിതരണം ചെയ്യുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ 1000 കേക്ക് വേറെ പ്രശ്നങ്ങളാണ് 1000 കേക്ക് ചെയ്യുമ്പോൾ. ഇതൊക്കെ വളരെ അതാണ് പാസീവ് ഇൻകം ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പാസീവ് ഇൻകം ഉണ്ടാക്കുക, അല്ലാതെ ബിസിനസ്. ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാലും ഒറ്റയടിക്ക് വരുന്ന സാധനമല്ല, സമയമെടുത്ത്. അതെ അതെ, സമയമെടുത്ത്. പിന്നെ ഇതുപോലെ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും കോമ്പറ്റീറ്റേഴ്സ് കയറി വരും, വലിയ പ്ലെയേഴ്സ് കയറി വരും. ഇപ്പോൾ കേക്ക് സോൺ തന്നെ നാളെ പത്തനംതിട്ട വരും. അത് പത്തനംതിട്ട ഡെവലപ്പ് ആവുന്ന ഒരു സാധനമാണ്. ഇപ്പൊ എൻ്റെ ഈ ഫ്രണ്ട് കേക്ക് സോൺ എക്സിറ്റ് ആയല്ലോ, അവനിപ്പോൾ സ്വിഗ്ഗിയിൽ മില്ലറ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അതായത് മില്ലറ്റ് ബേസ്ഡ്
മില്ലറ്റ് ഇപ്പോൾ ഗവൺമെൻറ് വരെ സബ്സിഡിയെ കൊടുക്കുന്നുണ്ട്. മില്ലറ്റ് അതിന്റെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും അല്ലേ? അതിൻ്റെ മില്ലറ്റ് ബേസ്ഡ് സാധനങ്ങൾ എങ്ങനെ പോപ്പുലറൈസ് ചെയ്യാം, അങ്ങനെ കുറച്ചുകൂടെ സോഷ്യലായി കണ്ട, അതായത് ഹെൽത്തിയാണ് മില്ലറ്റ്. അങ്ങനെ മില്ലറ്റ് വെച്ചിട്ട് നൂഡിൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് ആൾക്കാർക്ക്, ഹെൽത്തി നൂഡിൽസ്. മില്ലറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ മില്ലറ്റ് ഭയങ്കര വാട്ടർ എഫിഷ്യന്റ് ക്രോപ്പാണ്. അതായത് ഭയങ്കര വാട്ടർ കൺസപ്ഷൻ. അതെ അതെ. അപ്പോൾ മില്ലറ്റ് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ നാട്ടിൽ വളരുമോ? എല്ലായിടത്തും വളരും തോന്നുന്നു. അങ്ങനത്തെ ഒരു സാധനമാണ്, എവിടെയും വളരുന്ന സാധനമാണ്. അപ്പം പക്ഷെ മില്ലറ്റ് എങ്ങനെ പോപ്പുലറൈസ് ചെയ്യാം, മില്ലറ്റിൽ എങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള ഡിഷസ് ഉണ്ടാക്കാം, മില്ലറ്റിൽ എങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം, അതാണ് പുള്ളി ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പുതിയ ഐഡിയാസുമായിട്ട് പുതിയ എപ്പിസോഡിന്റെ അടുത്താണ് വരാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. സമാധാനം, സന്തോഷം. ഞാൻ ഒരു സാധനം കൂടെ പറയാം. വേണ്ട ഏത് കൂടായിരിക്കും. കാശ് ഏറ്റവും കുറവ് രീതിയിൽ ബിസിനസ് തുടങ്ങുക. ബിസിനസ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിലോട്ട് ഇറങ്ങരുത്. കഷ്ടപ്പാടുള്ള ബിസിനസ് ചെയ്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് കാശുണ്ടാക്കാൻ പറ്റാവുന്ന രീതിയാണ്. അതിപ്പം സ്റ്റാൻഡപ്പ് ആയാലും എന്തായാലും കാശുണ്ടാക്കണമെങ്കിൽ അതിലൊരു ലെവൽ ഓഫ് എഫേർട്ട് വരും. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനം ചെയ്ത് ആ എഫേർട്ട് ഏറ്റവും എളുപ്പമായിട്ട് എഫേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനം പിക്കപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. എഫേർട്ട് മനസ്സിലായല്ലോ. അതെ, ബിസിനസ് എളുപ്പമാണെന്ന് വിചാരിച്ചിറങ്ങരുത്. ഏറ്റവും എളുപ്പം ജോലി തന്നെയാണ്. ജോലി തന്നെയാണ് ഏറ്റവും എളുപ്പം. ശരി, ഓക്കെ, എല്ലാം പറഞ്ഞു.